ഒരു 40-50% കാര്യങ്ങളും ഓൾറെഡി ഡേറ്റ മൈനിങ് ആൻഡ് വെയർ ഹൗസിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. പുതിയതായിട്ടൊന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ലെങ്തി ആണെങ്കിലും നമുക്കധികം പറയാനുണ്ടാവില്ല. ലാസ്റ്റ് സെമിസ്റ്ററിൽ നിങ്ങൾ ഡീൽ ചെയ്തിട്ടുള്ളതാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ നമ്മൾ AI ടെക്നിക്സ് എന്ന് പറഞ്ഞ് കാണുന്ന ടെക്നിക്കുകൾ മെഷീനിനെ ലേൺ ചെയ്യിക്കുന്നതല്ല ഫോക്കസ് ചെയ്യുന്നത്, മറിച്ച് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നിക്ക് വെച്ചിട്ട് ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലത്തിന് സോൾവ് ചെയ്യുന്നതാണ്. അതായത് ഇപ്പൊ നമുക്ക് ഗെയിംസ് ഉണ്ട്, ഗെയിംസിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യൂസ് ചെയ്യാറുണ്ട്. ഇപ്പൊ ഈ ഗെയിംസിൽ യൂസ് ചെയ്യുമ്പോൾ മിക്കതും AI യൂസ് ചെയ്ത് നമ്മൾ വർക്ക് ചെയ്യുന്നത് ഒന്നെങ്കിൽ സെർച്ചിങ് പാറ്റേൺസ് അല്ലെങ്കിൽ സോർട്ടിങ് ടെക്നിക്സ് ഇതൊക്കെ ആയിരിക്കും. അപ്പൊ ഈ AI ടെക്നിക്കുകളിൽ ഈ സെർച്ചിങ് അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് പാത്ത് ഫൈൻഡിങ് അല്ലെങ്കിൽ സോർട്ടിങ് ഒക്കെ എങ്ങനെ ചെയ്യുന്നു, ഏതൊക്കെ അൽഗോരിതംസ് അവിടെ യൂസ് ചെയ്യാം എന്നുള്ള അൽഗോരിതം ടൈപ്സ് ആണ് നിങ്ങൾ 1 and 2 പഠിക്കുന്നത്. അത് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് പുതിയതാണ്. അതോടൊപ്പം തന്നെ അത് കുറച്ച് അൽഗോരിതമിക് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് ബ്ലോക്ക് A and B എടുക്കാതെ അല്ലെങ്കിൽ 1 and 2 എടുക്കാതെ 3 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് നോട്ട്സ്, ഹാൻഡ് റിട്ടൺ നോട്ട്സ് ഞാൻ നിങ്ങൾക്ക് തരാം. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ നിങ്ങൾക്ക് അത് കഴിഞ്ഞ സെമസ്റ്ററിൽ ഓൺലൈൻ ക്ലാസ്സിൽ കയറിയവർക്ക് ഓൾറെഡി ഈ പറയുന്ന നോട്ട്സിൽ കുറച്ച് പോർഷനെങ്കിലും നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കിട്ടിയിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ ML ടെക്നിക്കിൽ കുറച്ച് ടെക്നിക്സ് ഡേറ്റ മൈനിങ് ടെക്നിക്സ് തന്നെയാണ്. നിങ്ങൾക്ക് ഒരു 5 അൽഗോരിതത്തോളം പഠിക്കാനുണ്ട്. അത് ഓൾറെഡി നമ്മൾ ലാസ്റ്റ് സെമ്മിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഏരിയയൊക്കെ തന്നെയാണ് വരുന്നത്. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം, കാണുന്നുണ്ടോ എന്നുള്ളത് നോക്കി പറയാം കേട്ടോ. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അപ്പൊ ഇത് 3rd ബ്ലോക്ക് ആണ്, ബ്ലോക്ക് 3. ഇതിൽ നമുക്ക് 4 യൂണിറ്റ്സ് വരുന്നുണ്ട്. അതിൽ ആദ്യത്തെ യൂണിറ്റിൽ തിയറി മാത്രമേ ഉള്ളൂ, ഇൻട്രൊഡക്ഷൻ ടു മെഷീൻ ലേണിംഗ് മെത്തേഡ്സ്. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ടറി മൊഡ്യൂൾ മാത്രമാണ്. ഇതിൽ 2 essays ഉണ്ട്, ബാക്കിയെല്ലാം ഷോർട്ട് ആൻസേഴ്സ് ആണ്. essays ഏതാന്ന് ചോദിച്ചാൽ 9.3 is an essay, ടെക്നിക്സ് ഓഫ് മെഷീൻ ലേണിംഗ്. പിന്നെ essay ആയിട്ട് വരുന്നത് ലൈക്ക് അതായത് ഒരു എസ്സേയിൽ തന്നെ A-B എന്ന രീതിയിൽ നമ്മളോട് ചോദിക്കാം. കമ്പൈൻഡ് ആയിട്ട് ഇപ്പൊ നിങ്ങളുടെ essay 15 മാർക്സ് essay ആണെങ്കിൽ A and B കമ്പൈൻ ചെയ്ത് 15 മാർക്സ് ആയിട്ട് ചോദിക്കാം. അപ്പൊ ടെക്നിക്സ് ഓഫ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത് ഒരു essay ആണ്. അതുപോലെ തന്നെ റെയിൻഫോഴ്സ്മെന്റ് ലേണിംഗ് എന്താണ്, അതിന്റെ ടൈപ്സ് ഏതാണ്, അല്ലെങ്കിൽ ഡീപ് ലേണിംഗ് അൽഗോരിതംസ് എന്താണ്, അതിന്റെ അൽഗോരിതമിക് അപ്രോച്ച് എന്താണ് എന്ന രീതിയിൽ നമുക്ക് A-B ആയിട്ട് നമുക്ക് ചോദിക്കാം. അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും 2 ചോദിച്ചിട്ട് എൻസെമ്പിൾ മെത്തേഡ്സ് വർക്ക് ചെയ്യുന്ന 3 മോഡൽസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ 3 ടൈപ്സ് ഏതൊക്കെയാന്നുള്ള എൻസെമ്പിളും ചോദിക്കാം. പക്ഷെ ഈ 9.4, 9.5, 9.6 ഇൻഡിവിജ്വലി എടുത്താൽ അതൊരു essay ക്വസ്റ്റ്യൻ അല്ല. 2 പാർട്ടിന്റെ ഒരു പാർട്ടായിട്ട് ചോദിക്കാവുന്ന ഏരിയാസ് ആണ് 9.4, 9.5 ആൻഡ് 9.6. അത് എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. പക്ഷെ 9.3 ഇസ് അബൌട്ട് essay ക്വസ്റ്റ്യൻ. അതിൽ നമ്മൾ മെഷീൻ ലേണിംഗിന്റെ ടൈപ്സ് നമ്മൾ പഠിക്കും. അത് കഴിഞ്ഞിട്ട് വരുന്ന 10, 11, 12 മൊഡ്യൂൾസിലാണ് നിങ്ങൾക്ക് അൽഗോരിതംസ് കിടക്കുന്നത്. അതിന് കറസ്പോണ്ടിങ് ഹാൻഡ് റിട്ടൺ കുറച്ച് നോട്ട്സ് ഉണ്ട്. ആ നോട്ട്സിനെ ബേസ് ചെയ്ത് ഞാൻ ക്ലാസ് എടുക്കും. അതിനെ ബേസ് ചെയ്ത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഉള്ളത് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്തിട്ട് ഡൗട്ട്സ് ഉള്ളത് എന്താന്ന് വെച്ചാൽ ചോദിക്കാം. ഫസ്റ്റ് ബ്ലോക്കിലേക്ക് കിടക്കുമ്പോൾ മെഷീൻ ലേണിംഗിന് ഇൻട്രൊഡക്ഷൻ നമ്മൾ പറയുന്നുണ്ട്. മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത് നമുക്കറിയാം ബിഗ് ഡേറ്റ ഡീൽ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡേറ്റ വരുമ്പോൾ ആ ഡേറ്റയിൽ നിന്ന് പഠിച്ചതിന് ശേഷം മെഷീൻസിന് ഹ്യൂമൻ ബീയിങ്സിനെ പോലെ തിങ്ക് ചെയ്ത് വർക്ക് ചെയ്യാനായിട്ട് പറ്റണം, അല്ലെങ്കിൽ തിങ്ക് ചെയ്ത് ആക്ട് ചെയ്യാനായിട്ട് പോസിബിൾ ആയിരിക്കണം. അതിന് വേണ്ടിയിട്ട് മെഷീൻസിനെ ലേൺ ചെയ്യുന്ന പ്രോസസ്സിനെയാണ്, അല്ലെങ്കിൽ ആ ബ്രാഞ്ച് ഓഫ് സ്റ്റഡീനെയാണ് നമ്മൾ മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. ഡേറ്റ മൈനിങ് പഠിച്ചപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ മെഷീൻ ലേണിംഗ് ആ ടെക്നിക്കിന് വാസ്റ്റ് വെറൈറ്റീസ് ഓഫ് അൽഗോരിതംസ് ഉണ്ട്. അതായത് നമ്മൾ ഈ മെഷീൻസിനെ ട്രെയിൻ ചെയ്യിക്കാനായിട്ട്, അല്ലെങ്കിൽ മെഷീൻസിനെ ലേൺ ചെയ്യുന്ന പ്രോസസ്സിന് ഒത്തിരി തരം അൽഗോരിതംസ് ഉണ്ട്. അതാണ് നിങ്ങൾ ഈ ഒരു വെൻ ഡയഗ്രത്തിൽ നിങ്ങൾ കാണുന്നത്. മെഷീൻ ലേണിംഗ് അൽഗോരിതം ദർ ആർ ഓഫ് മെനി ടൈപ്സ്. അതിൽ ഒരു കാറ്റഗറി ഓഫ് അൽഗോരിതം എന്ന് പറയുന്നത് ഡേറ്റ മൈനിങ് അൽഗോരിതം ആണ്. അപ്പൊ എന്തായിരുന്നു ഡേറ്റ മൈനിങ് അൽഗോരിതം? റീകോളിംഗ് ഫ്രം യുവർ പ്രീവിയസ് സെമസ്റ്റർ, data mining algorithm, these are those algorithms which tries to find interesting patterns from a
ഹ്യൂജ് വോളിയം ഓഫ് ഡേറ്റ. നിങ്ങൾക്ക് ഒത്തിരി വോളിയം ഡേറ്റ ഉള്ളപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള, നിങ്ങൾ ക്യൂരിയസ് ആയിട്ടുള്ള ഡേറ്റയെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് മൈനിങ് അൽഗോരിതംസ് ചെയ്യുന്നത്. അതിന് നിങ്ങൾക്ക് എക്സിസ്റ്റിംഗ് ആയിട്ട് ഒത്തിരി അൽഗോരിതംസ് ഉണ്ട്. ഈ അൽഗോരിതംസിൽ ഒരു പോർഷൻ മെഷീൻ ലേണിംഗ് അൽഗോരിതത്തിന്റെ പാർട്ടാണ്. അതുപോലെ തന്നെ യു ഹാവ് in mathematics you have a branch of study which is known as statistical mathematics or statistics. സ്റ്റാറ്റിസ്റ്റിക്സിൽ എന്താണ് നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്? എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സിൽ നിങ്ങൾ എടുക്കുന്ന ഡേറ്റയുടെ വോളിയം അഗെയിൻ ഇറ്റ് വുഡ് ബി ലാർജ്. പക്ഷെ ലാർജ് ആണെങ്കിലും അതിനൊരു പ്രോപ്പർട്ടി ഉണ്ട്, ലൈക്ക് ഇറ്റ് വുഡ് ബി ന്യൂമറിക്കൽ ഡേറ്റ. ഒരിക്കലും അതൊരു ടെക്സ്റ്റുവൽ ഡേറ്റയോ അല്ലെങ്കിൽ ഒരു ഇമേജ് ഡേറ്റയോ ഒന്നും സ്റ്റാറ്റിസ്റ്റിക്സിൽ നമ്മൾ എംപ്ലോയ് ചെയ്യാറില്ല. ന്യൂമറിക്കൽ ഡേറ്റയുടെ ഹ്യൂജ് ക്വാണ്ടിറ്റി വരുമ്പോൾ ഈ ഹ്യൂജ് ക്വാണ്ടിറ്റി ന്യൂമറിക്കൽ ഡേറ്റയെ നിങ്ങൾ പോപ്പുലേഷൻ എന്ന് വിളിക്കുകയും ആ പോപ്പുലേഷനിൽ നിന്ന് ഒരു ചെറിയ സബ്സെറ്റ് നിങ്ങൾ എന്താണ് ഒരു സബ്സെറ്റ് എന്ന രീതിയിൽ കൺസിഡർ ചെയ്ത് സബ്സെറ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ പോപ്പുലേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങൾ ആ സബ്സെറ്റിൽ നിന്ന് ഡിറൈവ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ്. ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സിന്റെ ഒരു പോർഷൻ മെഷീൻ ലേണിംഗിൽ പെടുന്നതാണ്. മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത് ഒത്തിരി മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ചെയ്യുന്ന ടാസ്ക് ഒന്നാണ് മെഷീൻസിനെ ട്രെയിൻ ചെയ്യിക്കുക എന്നുള്ളത്. അതിനുവേണ്ടി അവർ അഡോപ്റ്റ് ചെയ്യുന്ന മെത്തഡോളജി അനുസരിച്ച് അതൊരു പക്ഷേ ഡേറ്റ മൈനിങ് ടൈപ്പ് ആകാം, സ്റ്റാറ്റിസ്റ്റിക്കൽ ടൈപ്പ് ആകാം, വേറെയും ടൈപ്സ് ആകാം. അതൊക്കെയാണ് ഈ വെൻ ഡയഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് എല്ലാം ഇതിൽ നിന്ന് വരാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ ടെക്സ്റ്റ് വായിക്കുക, ഇറ്റ് ഈസ് ഗിവൺ. ഇനി 9.3 ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദീസ് ഡീൽ വിത്ത് ടെക്നിക്സ് ഓഫ് മെഷീൻ ലേണിംഗ്. ടെക്നിക്സിൽ നമ്മൾ ആദ്യത്തെ ഉള്ള ഡയഗ്രാം എന്ന് പറയുന്നത് ലൈഫ് സൈക്കിൾ ആണ്. അതായത് മെഷീൻ ലേണിംഗ് എങ്ങനെ അത് ലേൺ ചെയ്യുന്നു എന്നുള്ളത് എല്ലാ പ്രോസസ്സും നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതിനിങ്ങനെ ഒരു ബ്ലോക്ക് ആയിട്ട്, അതായത് എങ്ങനെയാണ് ഈ ലേണിംഗ് ഹാപ്പൻ ചെയ്യുന്നത് എന്നുള്ളത് ആസ് യു ലേൺ ഇൻ ഡേറ്റ മൈനിങ് ചെയ്യുന്നത് പോലെ തന്നെ അവിടെ നമ്മുടെ പ്രോസസ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവിടെ നമ്മുടെ എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റിംഗ് പാറ്റേൺസിന് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മളുടെ എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ മെഷീനെ നിങ്ങൾ ട്രെയിൻ ചെയ്യിക്കുക എന്നുള്ളതാണ്. അതിന്റെ പ്രോസസ്സുകൾ ഇതുപോലെ ഒരു എന്താ പറയുന്നത് കണക്റ്റഡ് ആയിട്ട് നിങ്ങളൊന്ന് വരച്ചു വെച്ചാൽ മതി. ദിസ് ഇസ് നോട്ട് ആൻ ഐട്രേറ്റീവ് മോഡൽ. ഇവിടെ ഒരിക്കലും പ്രീവിയസ് സ്റ്റെപ്പിലേക്ക് നമുക്ക് ഐട്രേഷൻ ഇല്ല, മറിച്ച് ഫസ്റ്റ് സ്റ്റെപ്പിന് ശേഷം സെക്കൻഡ് സ്റ്റെപ്പ്, ദെൻ ദ തേർഡ് വൺ എന്നുള്ള രീതിയിൽ ഒരു ഫ്ലോ ആയിട്ട് നിങ്ങൾ വരച്ചു വെച്ചാൽ മതി. ദാറ്റ് ഈസ് ML സൈക്കിൾ. അപ്പൊ എന്താണ്, ആദ്യം നമുക്ക് ഡേറ്റ വേണം. ഡേറ്റ ഉണ്ടെങ്കിൽ എന്ത് കാര്യം നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, ആക്സസ് ഓർ ലോഡ് ദ ഡേറ്റ സെറ്റ്. ഇനി ആസ് സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ ഡേറ്റ മൈനിങ്ങിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ഈ കിട്ടിയിരിക്കുന്ന ഡേറ്റയ്ക്ക് പലതരത്തിലുള്ള ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും. അപ്പൊ ആ ഇമ്പ്യൂരിറ്റീസിനെ കളഞ്ഞ് നമ്മൾക്ക് ആവശ്യമുള്ള ഫോമിലേക്ക് അതിനെ മാറ്റണം. അതിന് വേണ്ടിയിട്ടാണ് സെക്കൻഡ് സ്റ്റെപ്പ് കൊടുക്കുന്നത്, വിച്ച് ഇസ് പ്രീ പ്രോസസ് ദ ഡേറ്റ. തേർഡ് സ്റ്റെപ്പ് എന്താണ്, ഈ ഡേറ്റേനെ അങ്ങനെ തന്നെ നമ്മൾ എടുത്ത് യൂസ് ചെയ്തിട്ട് കാര്യമില്ല, അതിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള ഫീച്ചേഴ്സിനെ നിങ്ങൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം. അതാണ് തേർഡ് സ്റ്റെപ്പ്, ഡിറൈവ് ഫീച്ചേഴ്സ് യൂസിങ് പ്രീ പ്രോസസ്ഡ് ഡേറ്റ. ഇനി ഫീച്ചേഴ്സ് റെഡിയായി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ട്രെയിനിങ് ഡേറ്റേനെ നിങ്ങളുടെ ആവശ്യമുള്ള ഫോംസിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഫസ്റ്റ് യു ക്യാൻ ഗോ ഫോർ ട്രെയിനിങ് ദ മോഡൽ. അതാണ് ഫോർത്ത് സ്റ്റെപ്പ്. മോഡലിനെ നമ്മൾ ട്രെയിൻ ചെയ്യിക്കും. ട്രെയിൻഡ് അല്ലെങ്കിൽ ലേൺഡ് മോഡലിലാണ് ടെസ്റ്റിംഗ് നമ്മൾ ചെയ്യുന്നത്. അതാണ് ഫോർത്ത് സ്റ്റെപ്പിൽ പറയുന്നത് ട്രെയിനിങ് ആണ്. ട്രെയിൻ മോഡൽ യൂസിങ് ഫീച്ചേഴ്സ് ഡിറൈവ്ഡ് ഇൻ സ്റ്റെപ്പ് 3. ആൻഡ് ഫിഫ്ത്ത് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ട്രെയിൻ ചെയ്യിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ചില ഡേറ്റ സെറ്റ്സ് ചില മോഡലിൽ ഫിറ്റ് ആണ്, അല്ലെങ്കിൽ പ്രോപ്പർലി ആപ്റ്റ് ആണ്, ചിലതിൽ വർക്ക്ഔട്ട് ആവില്ല, അല്ലെങ്കിൽ among 2-3 മോഡൽസ് ദിസ് ഇസ് എ ബെസ്റ്റ് മോഡൽ വിച്ച് യു ക്യാൻ ചൂസ് ഫോർ. അങ്ങനെ നിങ്ങൾ മോഡൽ ഫൈനലൈസ് ചെയ്യും. അതാണ് ഫിഫ്ത്ത് സ്റ്റെപ്പ്, ഐ ട്രൈ ടു ഫൈൻഡ് ദ ബെസ്റ്റ് മോഡൽ. ഇനി അവസാനം എന്താണ്, നിങ്ങൾ ട്രെയിനിങ് കഴിഞ്ഞാൽ ലാസ്റ്റ് ഫേസ് നിങ്ങൾ ഒരു ടെസ്റ്റ് ഡേറ്റ കൊടുത്ത് ആ ടെസ്റ്റ് ഡേറ്റ ഈ പറയുന്ന ബെസ്റ്റ് മോഡലിന് അവകാശപ്പെടുന്ന മോഡലിൽ വർക്ക്ഔട്ട് ആവുന്നുണ്ടോ എന്ന് നോക്കുക. ദാറ്റ് ഇസ് ദ ലാസ്റ്റ് സ്റ്റെപ്പ്, വിച്ച് ഇസ് ഇന്റഗ്രേറ്റ് ദ ബെസ്റ്റ് ട്രെയിൻഡ് മോഡൽ ഇൻ ടു a പ്രൊഡക്ഷൻ സിസ്റ്റം. ഇതാണ് ബേസിക്കലി ഏതൊരു ML മോഡൽ നിങ്ങൾ എടുത്താലും അതിന്റെ ലൈഫ് സൈക്കിൾ അല്ലെങ്കിൽ സൈക്കിൾ അറ്റ് എ ഗ്ലാൻസ് എന്ന് പറയുന്നത്. നമുക്കറിയാവുന്ന സ്റ്റെപ്സ് ആണ്. ഇതുപോലെ ഒരു ഡയഗ്രാമാറ്റിക്കലി വരച്ചു വെച്ചാൽ മതി. താഴെ അതിന്റെ സ്റ്റെപ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് വായിച്ചു വിടാവുന്നതേ ഉള്ളൂ. പക്ഷെ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, അതായത് കാറ്റഗറൈസേഷൻ ഓഫ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്ന ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ഈ ബ്ലോക്ക് ഡയഗ്രാം ആണ്. അതായത് ബ്രോഡ്ലി സ്പീക്കിംഗ് മെഷീൻ ലേണിംഗ് അൽഗോരിതം 2 തരത്തിലുണ്ട്, സൂപ്പർവൈസ്ഡും അൺസൂപ്പർവൈസ്ഡും. നമ്മൾ ക്ലാസ്സുകളിൽ കേട്ടിട്ടുള്ളതാണ്. കഴിഞ്ഞ വർഷം തിയറി ക്ലാസ്സസിനെല്ലാം നമ്മളിത് പറഞ്ഞതാണ്. നമുക്ക് കിട്ടുന്ന ഡേറ്റയുടെ നേച്ചർ അനുസരിച്ച് 2 തരം ടാസ്കുകളാണ് സാധാരണഗതിയിൽ നമ്മൾ ചെയ്യാറ്.
അതായത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഹ്യൂജ് ഡേറ്റയിൽ ലേബിൾഡ് ഡേറ്റയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ ദാറ്റ് അൽഗോരിതം ഇസ് കോമൺലി നോൺ ആസ് സൂപ്പർവൈസ്ഡ് ലേണിംഗ്. അതായത് കുറെ ഫീച്ചേഴ്സ്, ആ ഫീച്ചേഴ്സിന് കറസ്പോണ്ടിങ് ക്ലാസ് ഇതാണ് അല്ലെങ്കിൽ ലേബൽ ഇതാണെന്നുള്ള ഇൻഫർമേഷൻ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ജനറലി യു ഗോ ഫോർ സൂപ്പർവൈസ്ഡ് ലേണിംഗ്. സൂപ്പർവൈസ്ഡ് ലേണിംഗിൽ തന്നെ 2 തരം കാറ്റഗറീസ് ഉണ്ട്. ഒന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ, രണ്ടാമത്തത് റിഗ്രഷൻ. നിങ്ങളുടെ ഔട്ട്പുട്ട് ക്ലാസ് എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റ് ആണെങ്കിൽ നമ്മൾ ആ പ്രോബ്ലത്തിനെ നമ്മൾ വിളിക്കുന്നത് ക്ലാസിഫിക്കേഷൻ പ്രോബ്ലംസ് എന്നാണ്. അതായത് 2 ക്ലാസ് പ്രോബ്ലം, 3 ക്ലാസ് പ്രോബ്ലം. അതായത് നമ്മളുടെ ഫീച്ചറിനെ ബേസ് ചെയ്ത് ഈ പർട്ടിക്കുലർ ക്ലാസ്സിലേക്ക് നമ്മൾ നമ്മുടെ ഡേറ്റേനെ, ടെസ്റ്റ് ഡേറ്റേനെ പ്ലേസ് ചെയ്യുന്നത്, ദാറ്റ് ഇസ് ക്ലാസിഫിക്കേഷൻ. അതിന് ഒത്തിരി എക്സാമ്പിൾസ് ഉണ്ട്. സപ്പോർട്ട് വെക്ടർ മെഷീൻ, ഡിസ്ക്രിമിനന്റ് അനാലിസിസ്, ന്യൂ ബേസ്, നിയറസ്റ്റ് നെയ്ബർ, കെ നിയറസ്റ്റ് നെയ്ബർ, എക്സെട്ര എക്സെട്ര. ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇവിടെയും നമുക്ക് ഒന്നുകൂടെ ഇതേ സെയിം ടോപ്പിക്സുകൾ തന്നെ നമുക്ക് വരുന്നുണ്ട്. റിഗ്രഷൻ ക്ലാസിഫിക്കേഷനിൽ നിന്ന് എങ്ങനെ ഡിഫർ ചെയ്തു എന്ന് പറഞ്ഞാൽ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. നിങ്ങളുടെ ഔട്ട്പുട്ട് ക്ലാസ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണെങ്കിൽ ആ പ്രോബ്ലത്തിന് നമ്മൾ ക്ലാസിഫിക്കേഷൻ അല്ല വിളിക്കാറ്, നമ്മൾ അതിന് വിളിക്കാറ് റിഗ്രഷൻ എന്നാണ്. ഔട്ട്പുട്ട് ക്ലാസ് ഡിസ്ക്രീറ്റ് അല്ല, കണ്ടിന്യൂസ് ആണ്. അപ്പൊ കണ്ടിന്യൂസ് ആകുമ്പോൾ എന്താ പറ്റുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ ട്രെയിനിങ് ഡേറ്റയിൽ നിങ്ങൾക്കുള്ള സാമ്പിൾസിനെ ബേസ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ ഈ പറയുന്ന പോയിന്റുകൾ നിങ്ങൾ പ്ലോട്ട് ചെയ്താൽ യു വിൽ ഗെറ്റ് എ കണ്ടിന്യൂസ് ഡേറ്റ വാല്യൂസ് ഓവർ യുവർ ട്രെയിനിങ് ഡേറ്റ സെറ്റ്. അപ്പൊ ഈ കണ്ടിന്യൂസ് വാല്യൂസിന് നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളൊരു ലൈനോ കർവോ യൂസ് ചെയ്ത് നിങ്ങൾ ഡ്രോ ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ യു വിൽ ഗെറ്റ് ഐദർ എ ലൈൻ ഓർ എ പ്ലെയിൻ ഓർ എ കർവ് ഓർ എക്സെട്ര. ഇനി പുതിയ ടെസ്റ്റ് സാമ്പിൾ വരുമ്പോൾ ആ ടെസ്റ്റ് സാമ്പിളിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് 2 കാറ്റഗറി അല്ലെങ്കിൽ 3 കാറ്റഗറി ആയിട്ട് വെക്കാനല്ല നിങ്ങൾ നോക്കുന്നത്, മറിച്ച് ഈ ലൈനിനെ തന്നെ എക്സ്ട്രാപോളേറ്റ് ചെയ്ത് പുതിയ വന്ന പോയിന്റ് ഈ ലൈനിലോ അല്ലെങ്കിൽ ഈ കർവിലോ പെടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത്. അത്തരം പ്രോബ്ലംസിനെയാണ് നമ്മൾ റിഗ്രഷൻ പ്രോബ്ലംസ് എന്ന് പറയുന്നത്. ലീനിയർ റിഗ്രഷൻ ഉണ്ട്, GLM ഉണ്ട്, GCR ഉണ്ട്, GPR ഉണ്ട്, അങ്ങനെ പല പല മെത്തേഡ്സ് ഉണ്ട്. എൻസെമ്പിൾ മെത്തേഡ്സ് എന്ന് പറയുന്നത് റിഗ്രഷന്റെ കാറ്റഗറിയിലല്ല സാധാരണഗതിയിൽ വരാറ്. നമുക്ക് ഒന്നിൽ കൂടുതൽ മോഡൽസിന് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കമ്പൈൻ ചെയ്ത് നമ്മൾ ഒരു ബെസ്റ്റ് മോഡലായിട്ട് നമ്മൾ യൂസർ ഡിഫൈൻ ചെയ്ത് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അത്തരം മോഡൽസിനെയാണ് നമ്മൾ എൻസെമ്പിൾ മെത്തേഡ്സ് എന്ന് പറയുന്നത്. അതിൽ ഡിസിഷൻ ട്രീ ഒരു കാറ്റഗറിയാണ്, ന്യൂറൽ നെറ്റ്വർക്ക് ഒരു കാറ്റഗറിയാണ്. അതുപോലെ തന്നെ സൂപ്പർവൈസ്ഡിനെ പോലെ തന്നെ വർക്ക് ചെയ്യുന്ന വേറൊരു ലേണിംഗ് പാറ്റേൺ ആണ് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്. അവിടെ ഡേറ്റയ്ക്കാണ് പ്രത്യേകത അല്ലെങ്കിൽ ഡേറ്റയ്ക്കാണ് ചേഞ്ച്. നിങ്ങളുടെ ട്രെയിനിങ് ഡേറ്റയിൽ അല്ലെങ്കിൽ ടെസ്റ്റ് ഡേറ്റയിൽ എന്ത് മാത്രമേ ഉള്ളൂ, ഫീച്ചേഴ്സ് മാത്രമേ ഉള്ളൂ. ഔട്ട്പുട്ട് ക്ലാസ് എന്താണെന്നുള്ളത് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ലേബൽ എന്താണെന്നുള്ളത് ട്രെയിനിങ് സമയത്തോ ടെസ്റ്റിംഗ് ടൈമിലോ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവില്ല. ടെസ്റ്റിംഗ് ടൈമിൽ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം. ട്രെയിനിങ് ടൈമിൽ ദാറ്റ് ഇൻഫർമേഷൻ വോണ്ട് ബി അവൈലബിൾ ടു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഫീച്ചേഴ്സിന്റെ സിമിലാരിറ്റീനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് ഗ്രൂപ്പിംഗ് ചെയ്യാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ക്ലസ്റ്ററിങ് ചെയ്യാനോ മാത്രമേ പറ്റുള്ളൂ. ഈ ഗ്രൂപ്പ് ചെയ്തിട്ടുള്ളത് എന്താണ്, ആ ഗ്രൂപ്പ് അല്ലെങ്കിൽ ആ ഗ്രൂപ്പിന്റെ പേര് എന്താണെന്നുള്ളത് ഇറ്റ് വോണ്ട് ബി നോൺ ടു യു. ദാറ്റ് ഈസ് ക്ലസ്റ്ററിങ്. അവിടെയും ഒത്തിരി തരമുണ്ട്. പാർട്ടീഷനിങ് ബേസ്ഡ് ഉണ്ട്, ഹൈറാർക്കിയൽ ഉണ്ട്, ഗോസിയൻ മിക്സ്ഡ് ഉണ്ട്. അഗെയിൻ യു ക്യാൻ സീ ന്യൂറൽ നെറ്റ്വർക്ക്സ് ദർ, ഹിഡൻ മാർക്കോ മോഡൽസ് ഓവർ ദർ. ഇതില് ചില മെത്തേഡ്സ് ഞാൻ പറഞ്ഞല്ലോ, ഹിയർ ഇൻ ദിസ് കാറ്റഗറി when you check your syllabus you can see more than 50% of the algorithms has been discussed in the data mining. 50% കൂടുതൽ അൽഗോരിതംസ് നിങ്ങൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. അൽഗോരിതം കണ്ടിട്ടുണ്ട്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ന്യൂമറിക്കൽസും കണ്ടിട്ടുണ്ട്. ഇവിടെയും ആക്ച്വലി ഇതൊക്കെ തന്നെയാണ് പഠിക്കാനുള്ളത്. ഈ ഡയഗ്രാം വരയ്ക്കുക, ഡയഗ്രത്തിലുള്ള ബ്രോഡ് കാറ്റഗറി ദാറ്റ് ഇസ് സൂപ്പർവൈസ്ഡ്, അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്, അതിന്റെ ഡിഫറെന്റ് ബ്രോഡ് കാറ്റഗറി ദാറ്റ് ഇസ് ക്ലാസിഫിക്കേഷൻ, റിഗ്രഷൻ ആൻഡ് ക്ലസ്റ്ററിങ്. പിന്നെ അതിൽ കുറച്ച് എക്സാമ്പിൾസും. ഈ 3 കാര്യങ്ങളും ഒരു ഇപ്പോൾ 15 മാർക്സ് എസ്സേ ആണെന്നുണ്ടെങ്കിൽ 15 മാർക്സിന് കണക്കാക്കി എലാബറേറ്റ് ചെയ്യുക. അപ്പൊ ക്ലാസിഫിക്കേഷനിൽ ഒരു 5 മാർക്കിന് വേണ്ടി നിങ്ങൾ എഴുതേണ്ടി വരും. അപ്പൊ ക്ലാസിഫിക്കേഷന്റെ ഒരു 3-4 മെത്തേഡ്സ് എന്താണ്, അത് എങ്ങനെയാണ് അൽഗോരിതം വർക്ക് ചെയ്യുന്നത്, മെയിൻ പോയിന്റ്സ് 2 or 3 പോയിന്റ്സ് ലിസ്റ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് essay would be complete. അപ്പൊ ഈ 9.3 എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച ഒരു essay ക്വസ്റ്റ്യൻ ആണ്. 3rd മൊഡ്യൂളിൽ നിന്ന് നമ്മളിപ്പോൾ പറയുന്നത് യൂണിറ്റ് 9 ആണ്. ബ്ലോക്ക് 3 യൂണിറ്റ് 9 വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ യു. അപ്പൊ ഈ സംഭവം ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. താഴത്തേക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓരോ മെത്തേഡ്സ്, അതിന്റെ ബേസിക് പോയിന്റ്സ്, അതായത് ആ എസ്സേയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആൻസർ ചെയ്യേണ്ട ബേസിക് കാര്യങ്ങൾ
ഈ അപ്കമിങ് ഇതിൽ നമുക്കുള്ളതാണ്. ഇനി 9.4 ഇസ് അബൌട്ട് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് ആൻഡ് ഇറ്റ്സ് ഡിഫറെന്റ് കാറ്റഗറീസ് ഓഫ് അൽഗോരിതം. റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി സ്പീക്കിംഗ് മെഷീൻ ലേണിംഗിന്റെ ഒരു തേർഡ് ടൈപ്പ് ആണ്. നമ്മളിപ്പോ സൂപ്പർവൈസ്ഡ് ലേണിംഗ്, അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു തേർഡ് ടൈപ്പ് ആണ് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ്. പക്ഷെ നിങ്ങൾക്ക് അതൊരു സെപ്പറേറ്റ് കാറ്റഗറി ആയിട്ടാണ് തന്നിരിക്കുന്നത്. റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗിൽ നിങ്ങൾ മെഷീനിൽ ലേൺ ചെയ്യിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ലേണിംഗ് ഡേറ്റയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ട്രെയിനിങ് ഡേറ്റയിൽ നിങ്ങൾക്ക് ലേബൽ ഉണ്ടാവില്ല. ഫീച്ചർ 1, ഫീച്ചർ 2, ഫീച്ചർ 3 കറസ്പോണ്ട്സ് ടു ക്ലാസ് എ അല്ലെങ്കിൽ കറസ്പോണ്ട്സ് ടു ദിസ് പെർട്ടിക്കുലർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് തരില്ല. മറിച്ച് നിങ്ങൾക്ക് ഫീച്ചേഴ്സ് തരും. ഫീച്ചർ 1, ഫീച്ചർ 2, ഫീച്ചർ 3 അത് തരും. ജസ്റ്റ് ലൈക്ക് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് നിങ്ങൾക്ക് കുറച്ച് ഫീച്ചേഴ്സ് തരും. ഈ ഫീച്ചേഴ്സിനെ ബേസ് ചെയ്ത് മെഷീൻ ആദ്യം തന്നെ എന്ത് ചെയ്യും? ഒരു സ്റ്റെപ്പ് ഫോർവേഡ് ചെയ്യും. അപ്പൊ ആ ഒരു സ്റ്റെപ്പ് ഫോർവേഡ് ചെയ്യുമ്പോൾ യു ആർ സപ്പോസ് ടു ഗീവ് ദി കറസ്പോണ്ടിങ് ഇൻപുട്ട്. എന്താണ് നിങ്ങൾ കൊടുക്കുന്ന ഇൻപുട്ട്? ആ വെച്ചിരിക്കുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് കറക്റ്റ് ആണെങ്കിൽ യു ഹാവ് ടു റിവാർഡ് ദ സിസ്റ്റം പോസിറ്റീവ്ലി. വെച്ചിരിക്കുന്ന സ്റ്റെപ്പ് റോങ് ആണെങ്കിൽ യു ഹാവ് ടു റിവാർഡ് ദ സിസ്റ്റം നെഗറ്റീവ്ലി. അതായത് ഈ കൊച്ചു കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്നതിനോട് സിമിലർ ആയിട്ടുള്ള കാര്യം. കൊച്ചു കുട്ടികൾക്ക് നമ്മൾ ഇൻപുട്സ് കൊടുക്കും. ഇൻപുട്സിനെ ബേസ് ചെയ്ത് അവരൊരു ഉത്തരം പറയും. ഉത്തരം കറക്റ്റ് ആണെങ്കിൽ ഐദർ യു മൈറ്റ് ഗീവ് എ ചോക്ലേറ്റ് ടു ദം. അല്ല, ഉത്തരം തെറ്റിപ്പോയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ചെറിയൊരു വടി വെച്ച് നമ്മൾ അവരെ അടിക്കും. അടി കിട്ടുമ്പോൾ കുട്ടിക്ക് എന്ത് മനസ്സിലാവും? എന്റെ ആൻസർ തെറ്റി എന്ന് മനസ്സിലാവും. ചോക്ലേറ്റ് ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ കുട്ടിക്ക് എന്ത് മനസ്സിലാവും? കറക്റ്റ് ആയിട്ടാണ് ഞാൻ ആൻസർ പറഞ്ഞേക്കുന്നതെന്ന് കുട്ടിക്ക് മനസ്സിലാവും. സിമിലർ വേ റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് ഓൾസോ ഹാപ്പൻസ്. ക്ലാസ് ലേബൽസ് ഇല്ല, എന്നാൽ ടോട്ടൽ സൂപ്പർവിഷൻ ആണോ എന്ന് ചോദിച്ചാൽ അതുമല്ല, അൺസൂപ്പർവിഷൻ ആണോ എന്ന് വെച്ചാൽ അതുമല്ല. ഒരു റിവാർഡ് ടൈപ്പ് മെക്കാനിസം ആണ് അവിടെ നടക്കുന്നത്. ഈ ബ്ലോക്കിൽ യു ക്യാൻ സീ റീഇൻഫോഴ്സ്മെന്റ് പോർഷൻ ഓവർ ഹിയർ. കണ്ടോ, ഒരു ലേണിംഗ് ടൈപ്പ് ആണ്, ജസ്റ്റ് ലൈക്ക് സൂപ്പർവൈസ്ഡ് ആൻഡ് അൺസൂപ്പർവൈസ്ഡ് എക്സെട്ര. ഇതൊരു ലേണിംഗ് ടൈപ്പ് ആണ്. അതിൽ കുറെ അൽഗോരിതംസ് എക്സാമ്പിൾ ഉണ്ട്. ജനറ്റിക് അൽഗോരിതം, A3C അൽഗോരിതം, സാർസ അൽഗോരിതം, ക്യൂ ലേണിംഗ്, ഡീപ് ക്യൂ നെറ്റ്വർക്ക് എക്സെട്ര ആർ എക്സാമ്പിൾസ് ഫോർ റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ്. നമ്മൾക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇതൊരൊറ്റ എസ്സേ ആയിട്ട് ചോദിക്കാനായിട്ട് ഇതിന് വോളിയം ഇല്ല. പക്ഷെ ഒരു ക്വസ്റ്റ്യനിൽ A, B എന്ന് പറഞ്ഞ 2 പോർഷൻ അല്ലെങ്കിൽ ABC എന്ന് പറഞ്ഞ 3 പോർഷൻ ഉണ്ടെങ്കിൽ, 3 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതിൽ ഒരു പോർഷൻ ആയിട്ട് ഈ റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് വരാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗിന്റെ മെക്കാനിസം, അതായത് ഇവിടെ ഒരു ബ്ലോക്ക് ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ് ഫോർ ദ കേസ് ഓഫ് ദിസ് വൺ. ഈ ഏജന്റ് എന്ന് പറയുന്നതാണ് എന്ത്? നിങ്ങളുടെ മോഡൽ. ഏജന്റ് ആണ് നിങ്ങളുടെ മോഡൽ. അപ്പൊ ഏജന്റ് ആക്ച്വലി എന്ത് ചെയ്യും? ബേസ്ഡ് ഓൺ ദ ഫീച്ചേഴ്സ് വിച്ച് ഇസ് ഇൻപുട്ടഡ് ടു ഇറ്റ്, ഇറ്റ് വിൽ പുട്ട് ഫസ്റ്റ് ആൻ ആക്ഷൻ. ഒരു ആക്ഷൻ ഇത് എന്ത് ചെയ്യും? ഇത് സിസ്റ്റത്തിലേക്ക് കൊടുക്കും. യുവർ സിസ്റ്റം ഇസ് യുവർ എൻവയോൺമെന്റ്. അപ്പൊ ആ എൻവയോൺമെന്റ് എന്ത് ചെയ്യും? ഈ ആക്ഷനെ ബേസ് ചെയ്ത് ഈ സിസ്റ്റത്തിനെ, അതായത് ഈ ഏജന്റിനെ, നമ്മുടെ ML മോഡലിനെ ദേ വിൽ ഐദർ റിവാർഡ് ഓർ വിൽ ഗീവ് പെനാലിറ്റി. ഇപ്പൊ റിവാർഡ് ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഏജന്റിന് മനസ്സിലാകും ഇറ്റ് ഹാസ് ലേൺഡ് പോസിറ്റീവ്ലി. പെനാൽറ്റി ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഇറ്റ് മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ് ഹാസ് ലേൺഡ് നെഗറ്റീവ്ലി. അപ്പൊ ഈ റിവാർഡിനെയും പെനാലിറ്റിനെയും ബേസ് ചെയ്തിട്ടായിരിക്കും, റിവാർഡ് ആണോ പെനാലിറ്റി ആണോ കിട്ടുന്നത്, ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നെക്സ്റ്റ് സിസ്റ്റം ഉണ്ടായിരിക്കുക. ദിസ് ഇസ് ഹൗ ദ ഇതൊന്ന് ഒരു പ്രാവശ്യം കൂടി പറയൂ. ഇപ്പൊ പറഞ്ഞത് ഇതാണ് നമ്മുടെ റീഇൻഫോഴ്സ്മെന്റ് മോഡലിന്റെ ബേസിക് ബ്ലോക്ക് ഡയഗ്രാം ആണിത്. അതായത് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗിന്റെ നമ്മൾ ഡെഫിനിഷൻ പറയുമ്പോൾ ആദ്യം നിങ്ങൾ തിയറിറ്റിക്കലി നിങ്ങൾ എഴുതണം ഇറ്റ് ഈസ് എ തേർഡ് കാറ്റഗറി ഓഫ് ലേണിംഗ് ടൈപ്പ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് വൺ ഓഫ് ദ കാറ്റഗറി ഓഫ് ലേണിംഗ് ടൈപ്പ് വേർ ദ മെഷീൻ ഇസ് ട്രൈങ് ടു ലേൺ ബൈ എ സിസ്റ്റം ഓഫ് റിവാർഡ് ഓർ പണിഷ്മെന്റ്, അല്ലെങ്കിൽ റിവാർഡ് ഓർ പെനാലിറ്റി. ഡേറ്റ സെറ്റില് എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? ഫീച്ചേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ, ലേബൽ ഉണ്ടാവില്ല. അപ്പോ ഫീച്ചേഴ്സിനെ ബേസ് ചെയ്ത് അത് എന്ത് ചെയ്യും? അതൊരു ആക്ഷൻ പുട്ട് ഫോർത്ത് ചെയ്യും. ഈ ആക്ഷനെ ബേസ് ചെയ്ത് നിങ്ങളുടെ സിസ്റ്റം എന്ത് ചെയ്യണം? അതിനെ റിവാർഡ് ചെയ്യണം. പോസിറ്റീവ്ലി റിവാർഡ് ചെയ്യാം, നെഗറ്റീവ്ലി റിവാർഡ് ചെയ്യാം. അപ്പൊ പോസിറ്റീവ്ലി റിവാർഡിനെയാണ് ഇവർ ഈ റിവാർഡ് എന്ന് പറയുന്നത്. നെഗറ്റീവ്ലി റിവാർഡിന് ഇവർ ഈ ബ്ലോക്ക് ഡയഗ്രാം പ്രകാരം അവർ പെനാൽറ്റി എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ ML മോഡൽ വിച്ച് ഇസ് യുവർ ഏജന്റ് ആദ്യം എന്ത് ചെയ്യും? ഒരു ആക്ഷൻ പ്ലേസ് ചെയ്യും. അതുകൊണ്ടാണ് ഇവിടെ ആക്ഷൻ അപ്വേർഡ് ആരോ കൊടുത്തിരിക്കുന്നത്. ഈ ആക്ഷൻ എന്തിലേക്കാണ് കൊടുക്കുന്നത്? നിങ്ങളുടെ സിസ്റ്റത്തിലേക്കാണ് കൊടുക്കുന്നത്, വിച്ച് ഇസ് കോൾഡ് യുവർ എൻവയോൺമെന്റ്. അപ്പൊ ഏജന്റ് ഒരു ആക്ഷൻ പെർഫോം ചെയ്ത് സിസ്റ്റത്തിലേക്ക് അല്ലെങ്കിൽ എൻവയോൺമെന്റിലേക്ക് കൊടുക്കും. അപ്പൊ എൻവയോൺമെന്റിൽ നിന്ന് എന്ത് നമുക്ക് പുറത്തേക്ക് വരണം? എന്തെങ്കിലും ഒരു ഔട്ട്പുട്ട് പുറത്തേക്ക് വരണം. ഔട്ട്പുട്ട് ക്യാൻ ബി ഐദർ എ റിവാർഡ് ഓർ എ പെനാലിറ്റി.
reward or a penalty. Reward means positive something. Penalty means negative something. But based on this reward or penalty, agent is going to the ലേണിംഗ് സ്റ്റേറ്റ് ഓഫ് സെക്കൻഡ് സ്റ്റേറ്റ് ഓഫ് ലേണിംഗ്. അതാണ് നെക്സ്റ്റ് സ്റ്റേറ്റ്. അപ്പോൾ പോസിറ്റീവ്ലി ആണ് റിവാർഡ് കിട്ടിയിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഏജന്റിന് മനസ്സിലാക്കാം ആദ്യം അത് പുട്ട് ഫോർത്ത് ചെയ്ത ഫസ്റ്റ് ആക്ഷൻ കറക്റ്റ് ആയിരുന്നു. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ റെയിൻഫോഴ്സ്മെന്റ് ലേണിംഗ് യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ സിസ്റ്റം ഐഡന്റിഫൈ ചെയ്യുന്നത് ഒരു സെറ്റ് ഓഫ് ഇമേജസ് ഉണ്ട്. ആ സെറ്റ് ഓഫ് ഇമേജസിനെ അവർ കറക്റ്റ്ലി അവർ ഐഡന്റിഫൈ ചെയ്യുവാണ്. അതായത് ഇതിപ്പോ ഡോഗിന്റെ ഇമേജ് ആണോ കാറ്റിന്റെ ഇമേജ് ആണോ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ സിസ്റ്റത്തിന് കൊടുത്തിരിക്കുന്ന ടാസ്ക്. അപ്പൊ നിങ്ങളുടെ ടാസ്ക് എന്താണ്? ഒരു സെറ്റ് ഓഫ് ഇമേജസ് ഉണ്ട്. ആ ഇമേജിൽ നിന്ന് ക്യാറ്റ് ഏത് ഡോഗ് ഏത് എന്ന് ഐഡന്റിഫൈ ചെയ്യുക. അതൊരിക്കലും ഒരു ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം അല്ല. ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം ആണെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾക്കൊരു സെറ്റ് ഓഫ് ഇമേജസ് ഉണ്ട്. ആ തന്നിരിക്കുന്ന ഇമേജിനെ നിങ്ങൾ ഐദർ ക്യാറ്റ് ഓർ ഡോഗ് എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്യുന്നതിനെയാണ് ക്ലാസിഫിക്കേഷൻ അൽഗോരിതം എന്ന് പറയുന്നത്. ഇവിടെ പക്ഷെ ക്ലാസിഫിക്കേഷൻ അല്ല നടക്കുന്നത്, ഇവിടെ ഐഡന്റിഫിക്കേഷൻ ആണ് നടക്കുന്നത്. ഫീച്ചറിനെ ബേസ് ചെയ്ത് കാണുന്ന ഫീച്ചേഴ്സിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് നിങ്ങളുടെ മെഷീൻ നിങ്ങൾക്ക് ലേൺ ചെയ്ത് തരുന്നത് ഈ പറയുന്ന ഇമേജിനെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോ നിങ്ങൾ എടുക്കുന്നത് മോർഫോളജിക്കൽ ഫീച്ചേഴ്സ് ആണ്. അതിൽ ഐസിന്റെ ഷേപ്പും ഫേസിന്റെ ഷേപ്പും അല്ലെങ്കിൽ ഇപ്പൊ ടെയിലിന്റെ കളറ് അല്ലെങ്കിൽ ടെയിലിന്റെ ഷേപ്പ് ഒക്കെ വെച്ചിട്ട് അങ്ങനെ ഒരു 3-4 ഫീച്ചർ എടുത്തിട്ട് മെഷീൻ പറയുകയാണ് ഇത് ദിസ് ഇസ് ഐഡന്റിഫൈഡ് ദ ഫസ്റ്റ് ഇമേജ് ഇസ് ഐഡന്റിഫൈഡ് ആസ് എ ക്യാറ്റ് എന്ന് മെഷീൻ പറഞ്ഞു എന്ന് വിചാരിക്കുക. ദിസ് ഇസ് എ ക്യാറ്റ് എന്ന് പറഞ്ഞ് മെഷീൻ ആദ്യത്തെ ഇൻപുട്ട് കൊടുത്തെങ്കിൽ ദാറ്റ് ഇസ് ഇറ്റ്സ് ആക്ഷൻ. ദാറ്റ് ഇസ് ഇറ്റ്സ് ആക്ഷൻ. അപ്പൊ ക്യാറ്റ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന എൻവയോൺമെന്റ് എന്ത് തരാം അല്ലെങ്കിൽ സിസ്റ്റം എന്ത് തരാം, ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു ഔട്ട്പുട്ട് കൊടുക്കണം. അതായത് ചിലപ്പോൾ അത് ആക്ച്വൽ ക്യാറ്റ് ആയിരിക്കും. ആക്ച്വൽ ക്യാറ്റിനെ ക്യാറ്റ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അതിനെന്ത് കൊടുക്കാം? മെഷീന് റിവാർഡ് എന്ന് പറഞ്ഞു കൊടുക്കാം, റിവാർഡ് കൊടുക്കാം. അല്ലാതെ ആക്ച്വലി ഡോഗ് ആയിരുന്നു, പക്ഷെ നമ്മുടെ മെഷീൻ അതിനെ ഐഡന്റിഫൈ ചെയ്തത് ക്യാറ്റ് ആയിട്ടാണ്. അപ്പൊ എന്ത് ചെയ്യണം? അവർക്ക് പെനാൽറ്റി കൊടുക്കണം. അപ്പൊ ഇവിടെ വെച്ച് സെക്കൻഡ് സ്റ്റേജ് അല്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റേജിൽ വെച്ച് ഏജന്റ് എന്ത് മനസ്സിലാക്കണം? കിട്ടിയിരിക്കുന്നത് പെനാൽറ്റി ആണെങ്കിൽ എന്റെ ആൻസർ കറക്റ്റ് ആയിരുന്നു, കിട്ടിയിരിക്കുന്നത് പെനാൽറ്റി ആണെങ്കിൽ എന്റെ ആൻസർ റോങ് ആയിരുന്നു, കിട്ടിയിരിക്കുന്ന റിവാർഡ് ആണെങ്കിൽ എന്റെ ആൻസർ കറക്റ്റ് ആയിരുന്നു എന്ന് മനസ്സിലാക്കണം. അപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ് കറക്റ്റ് ആയിരുന്നെങ്കിൽ ആദ്യം ഞാൻ ഐഡന്റിഫൈ ചെയ്ത ഫീച്ചേഴ്സ് കറക്റ്റ്ലി ഐഡന്റിഫൈഡ് ആണ്. പിന്നീട് ആ ഫീച്ചേഴ്സ് എപ്പോൾ വന്നാലും എനിക്ക് ഈ രീതിയിലേക്ക് അതിനെ മാപ്പ് ചെയ്യാം എന്നുള്ള അണ്ടർസ്റ്റാൻഡിങ് മെഷീനിന് വരും. ആ രീതിയിലാണ് റെയിൻഫോഴ്സ്മെന്റ് ലേണിംഗ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ റെയിൻഫോഴ്സ്മെന്റ് ലേണിങ്ങിന് കുറച്ച് ടൈപ്സ് നമ്മൾ അവിടെ കണ്ടായിരുന്നു. എല്ലാ ടൈപ്സും വർക്കിംഗ് ഒന്നും നിങ്ങൾ പഠിക്കണം എന്നില്ല. നിങ്ങൾക്ക് അതിന്റെ അൽഗോരിതം പഠിക്കാനോ അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ലൈക്ക് ന്യൂമറിക്കൽസ് ചെയ്യാനോ ഒന്നും ഇല്ല നിങ്ങൾക്ക്. പക്ഷെ റെയിൻഫോഴ്സ്മെന്റ് ലേണിംഗ് ആൻഡ് ഇറ്റ്സ് ടൈപ്പ് എന്ന് പറയുന്ന തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങളോട് ചോദിക്കാം. തിയറി ക്വസ്റ്റ്യൻ ആയിട്ട് ക്വസ്റ്റ്യൻ ക്യാൻ ബി ആസ്ഡ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? യു ഹാവ് ടു റൈറ്റ് ദിസ് ലൈക്ക് ഈ ബ്ലോക്ക് ഡയഗ്രത്തിലുള്ള ഈ ഓരോരോ ബ്ലോക്സ് ഇല്ലേ, ഏജന്റ് എന്താണ്, എൻവയോൺമെന്റ് എന്താണ്, ആക്ഷൻ എന്താണ്, സ്റ്റേറ്റ്, റിവാർഡ്, പോളിസി, വാല്യൂ, ഫംഗ്ഷൻ അപ്രോക്സിമേറ്റർ എല്ലാം കൊടുത്തിട്ടുണ്ട്. മോഡൽ എന്താണ്, 9 കൊടുത്തിട്ടുണ്ട്. അതും എഴുതണം. പ്ലസ് ഈ പറയുന്ന കാറ്റഗറൈസേഷനും പഠിക്കണം. ഇതിലൊന്നുമില്ല. RL അൽഗോരിതം അല്ലെങ്കിൽ റെയിൻഫോഴ്സ്മെന്റ് അൽഗോരിതം ബ്രോഡ്ലി 2 തരമായിട്ടാണ് പറയുന്നത്, മോഡൽ ഫ്രീയും മോഡൽ ബേസ്ഡും. മോഡൽ ഫ്രീ ആൻഡ് മോഡൽ ബേസ്ഡ്. ഇൻ മോഡൽ ഫ്രീ 2 എക്സാമ്പിൾസ്, 2 ഉള്ളൂ എന്നല്ല, ഇവിടെ 2 പറയുന്നുള്ളൂ, പോളിസി ഒപ്റ്റിമൈസേഷൻ ആൻഡ് ക്യൂ ലേണിംഗ്. മോഡൽ ബേസ്ഡ് ആണെങ്കിൽ യു ഹാവ് ഓൺലി 1 thing, that is learn the model and model is given. Not 1 thing, you have 2 things, that is either you go for learn the model or the model is given to you. അങ്ങനെ 2-3 എക്സാമ്പിൾസ് ആണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ മോഡൽ ഫ്രീയും മോഡൽ ബേസ്ഡ് RL അൽഗോരിതം എന്താണെന്നുള്ളതിന്റെ ബേസിക് ഡിഫറൻസ് ആദ്യം മനസ്സിലാക്കിയാൽ പിന്നെ ഈ പറയുന്ന അൽഗോരിതത്തിന്റെ പേര് മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. വർക്കിംഗ് പഠിക്കണം എന്നില്ല, വർക്കിംഗ് ഇവിടെ ഇല്ലതാനും. എന്താണ് ഈ 2 ബ്രോഡ് കാറ്റഗറീസിന്റെ ഡിഫറൻസ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് മോഡൽ ഫ്രീ എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റിംഗ് ആയിട്ടൊരു മോഡലിലേക്ക് നിങ്ങൾ ഈ പറയുന്ന ഡേറ്റേനെ, നിങ്ങൾക്ക് വരുന്ന ഡേറ്റേനെ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ ഫിറ്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ യു ഹാവ് സം ഫീച്ചേഴ്സ് വിത്ത് യു, ദാറ്റ് ഇസ് യുവർ ഡേറ്റ. വെൻ എ ന്യൂ ഡേറ്റ കം, യു ആർ ട്രൈയിങ് ടു ലേൺ ഫ്രം ദ ഡേറ്റ.
അല്ലാതെ ആ ഡേറ്റയെ ഒരിക്കലും ഒരു മോഡലിലേക്ക് ഫിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ നോക്കില്ല. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഈ പറയുന്ന റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗിൽ നമ്മൾ ന്യൂറൽ നെറ്റ്വർക്ക്, ജെനറ്റിക് അൽഗോരിതം എന്നൊക്കെ പറഞ്ഞ എക്സാമ്പിൾസ് മേളിലത്തെ ഡയഗ്രത്തിൽ കണ്ടായിരുന്നു. ഇപ്പൊ ജെനറ്റിക് അൽഗോരിതത്തിന് പല പല മോഡൽസ് ഉണ്ട്. എക്സിസ്റ്റിംഗ് മോഡൽസ്, പ്രീ ഡിഫൈൻഡ് മോഡൽസ്. മോഡൽ ബേസ്ഡ് അൽഗോരിതത്തിൽ നടക്കുന്ന എന്താന്ന് വെച്ചാല്, ഒരു ഡേറ്റ വരുമ്പോ you are assuming in the first state that, അല്ലെങ്കിൽ while trial and error method, you are finding out that this model can be correctly be fitted into a genetic algorithm model or a neural network model. അപ്പൊ നിങ്ങളുടെ ആദ്യത്തെ ടാസ്ക് എന്താണ്? ഈ പറയുന്ന മോഡലിലേക്ക് ഈ ഡേറ്റയെ പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ട് മോഡൽ എക്സിബിറ്റ് ചെയ്യുന്ന കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ടാവും. മോഡലിലേക്ക് ഫിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടീസും എന്ത് ചെയ്യും? ഈ പറയുന്ന മോഡൽ എക്സിബിറ്റ് ചെയ്യും. ഇറ്റ് ഈസ് മോഡൽ ബേസ്ഡ്. പക്ഷെ മോഡൽ ഫ്രീയിൽ അങ്ങനെയല്ല. നിങ്ങൾ വരുന്ന ഡേറ്റയിൽ നിന്ന് ഫീച്ചേഴ്സിനെ എക്സ്ട്രാക്ട് ചെയ്ത് ആ ഫീച്ചേഴ്സിനെ ബേസ് ചെയ്ത് നിങ്ങൾ ലേൺ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. ലേൺ ചെയ്തത് കറക്റ്റ് ആണെങ്കിൽ റിവാർഡ് കിട്ടുന്നു, നെഗറ്റീവ് ആണെങ്കിൽ യുവർ പെനാൽറ്റി കിട്ടുന്നു. മോഡൽ ബേസ്ഡ് ഞാൻ പറഞ്ഞതുപോലെ എക്സിസ്റ്റിംഗ് മോഡൽസിൽ, പ്രീഡിഫൈൻഡ് മോഡൽസിലേക്ക് നിങ്ങളുടെ ഡേറ്റയെ നിങ്ങൾ ഫിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ആ മോഡലിന് ലേൺ ചെയ്യാം, അല്ലെങ്കിൽ ആ മോഡൽ എന്ന് പറയുന്നത് ഓൾറെഡി ഇറ്റ് വിൽ ബി ഗിവൺ ടു യു. അതായത് ആ സിനാരിയോയിൽ എന്താ പറ്റുന്നത്? ഫീച്ചേഴ്സ് തന്നിട്ടുണ്ടാകും, സോൾവ് ദിസ് പെർട്ടിക്കുലർ പ്രോബ്ലം യൂസിങ് ദിസ് മോഡൽ എന്ന് പറഞ്ഞ് മോഡൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാകും. ദാറ്റ് ഇസ് ദി സെക്കൻഡ് കാറ്റഗറി. മോഡൽ ഇസ് ഗിവൺ ടു യു. അല്ലെങ്കിൽ ലേൺഡ് മോഡൽ, ഡേറ്റ മാത്രം തരും, ഡേറ്റയിൽ നിന്ന് ഈ ഡേറ്റ ഏത് മോഡലിൽ ഫിറ്റ് ആകും എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കും. ദാറ്റ് ഇസ് ലേൺഡ് മോഡൽ. ഇതാണ് ബേസിക് ഡിഫറൻസിയേഷൻ, മോഡൽ ഫ്രീ ആൻഡ് മോഡൽ ബേസ്ഡ്. അതിനെ ബേസ് ചെയ്ത് നമുക്ക് കുറച്ച് കാറ്റഗറി ഒക്കെ ഉണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഒരു 5 or 7 മാർക്സ് മാക്സിമം. അത് മാത്രമാണ് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ്. അതിന്റെ ബേസിക് ടെർമിനോളജീസ്, അതിന്റെ വർക്കിംഗ് ഡയഗ്രാം പ്ലസ് അതിന്റെ കാറ്റഗറിയിൽ കണ്ടെയ്ൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു സെഷനാണ് ഡീപ് ലേണിംഗ് അൽഗോരിതംസ്. ഡീപ് ലേണിംഗ് അൽഗോരിതംസ് പഠിക്കുമ്പോൾ ഈ ഒരു വെൻ ഡയഗ്രാം ഇസ് വെരി ഇമ്പോർട്ടന്റ്. മെഷീൻ ലേണിംഗ് നമ്മൾ ആദ്യം പറഞ്ഞു, മെഷീൻ ലേണിംഗിന്റെ മെത്തേഡ്സിൽ ഡേറ്റ മൈനിങ് അൽഗോരിതംസ് പാർട്ടാണ്, അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് പാർട്ടാണ്. അതുപോലെ തന്നെ ഡീപ് മെഷീൻ ലേണിംഗ് അൽഗോരിതത്തിന്റെ ഒരു സബ്സെറ്റ് ആണ് നമ്മുടെ ഡീപ് ലേണിംഗ് അൽഗോരിതംസ്. അതായത് നിങ്ങൾ ഹ്യൂമൻ ബ്രെയിൻ അല്ലെങ്കിൽ ഹ്യൂമൻ ന്യൂറൽ നെറ്റ്വർക്ക്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ ന്യൂറൽ നെറ്റ്വർക്ക്സ് വർക്ക് ചെയ്യുന്ന ബേസിക് കാറ്റഗറി അല്ലെങ്കിൽ ബേസിക് മോഡൽ, ഇതാണ് ഡീപ് ലേണിംഗ് അൽഗോരിതംസ് ഇമിറ്റേറ്റ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഹ്യൂമൻ നെർവസ് സിസ്റ്റത്തിൽ എന്തെങ്കിലും ലാക്സ് ആൻഡ് ലാക്സ് ഓഫ് ന്യൂറോൺസ് ഉണ്ട്. ഈ ന്യൂറോൺസ് ബേസിക്കലി പല പല ലെയേഴ്സ് ആയിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ, ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഒരു സ്റ്റിമുലസ് നിങ്ങൾ കിട്ടി, ആ ഫിംഗർ ടിപ്പിൽ വരുന്ന സ്റ്റിമുലസ് എന്താണ് എന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. ആക്ച്വലി സ്പീക്കിംഗ്, ഈ ഫിംഗർ ടിപ്പിൽ വന്നിട്ടുള്ള സ്റ്റിമുലസ് നിങ്ങളുടെ ബോഡിയിലൂടെ പാസ് ചെയ്ത് നിങ്ങളുടെ ബ്രെയിനിലെത്തി, ബ്രെയിൻ ആണ് അതിനെ പ്രോസസ് ചെയ്ത്, ബ്രെയിൻ പ്രോസസ് ചെയ്തിട്ട് തിരിച്ചത് ഫിംഗർ ടിപ്പിലേക്ക് ട്രാവൽ ചെയ്ത് വരും. അപ്പൊ ബിറ്റ്വീൻ ദിസ് ഫിംഗർ ടിപ്പ് ആൻഡ് യുവർ ബ്രെയിൻ there are lakhs of neurons. അത് പല പല ലെയേഴ്സ് ആയിട്ടായിരിക്കും. ഈ ലെയേഴ്സിൽ കൂടെ പറയുന്ന നിങ്ങളുടെ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ആ സ്റ്റിമുലസ് ട്രാവൽ ചെയ്യാം. എന്നിട്ട് ഔട്ട്പുട്ട് ആക്ഷൻ അല്ലെങ്കിൽ ആക്ഷൻ ഷുഡ് ബി ടേക്കൺ എന്നുള്ളത് നിങ്ങളുടെ ഔട്ട്പുട്ട് എന്തെങ്കിലും. ഈ ഒരു രീതിയിൽ ആക്ഷൻസിനെ മിമിക് ചെയ്തിട്ടാണ് നിങ്ങളുടെ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്സ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതിന് കുറേ ബാക്ക്ഗ്രൗണ്ട്സ് കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ ഇന്റൻഷൻ എന്ന് പറയുന്നത് ഒരു പാർട്ട് ആണ്. അപ്പൊ അത് മാത്രം ഈ ഒരു പോർഷനിൽ നിങ്ങൾ വായിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ള പോർഷൻ മാത്രം നിങ്ങൾ സ്ക്രീൻ ചെയ്ത് ആദ്യത്തില് ഒരു ഡയഗ്രാം ഉള്ള ഡയഗ്രാം ഒന്നും പഠിക്കണ്ട. ലൈക്ക് LHS പോർഷൻ ബയോളജിക്കൽ ന്യൂറോൺ വരയ്ക്കാനുള്ള ആർട്ടിഫിഷ്യൽ ന്യൂറോൺസ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ള ഒരു ബേസിക് പ്രോബ്ലം നമുക്ക് വരും. അതായത് you have basically input layer and an out layer for sure. എന്തായാലും input layer or out layer ഉണ്ടാവും. output layer neurons ഉണ്ടാവും, out layer neurons ഉണ്ടാവും. input layer ന്യൂറോൺ എന്ന് പറയുന്നത് ഫീച്ചേഴ്സ് തന്നെയായിരിക്കും. അതായത് 4 കിലോമീറ്റർ ലേൺ ചെയ്യുന്നതെങ്കിൽ input layer എന്തുണ്ടാവും? 4 ന്യൂറോൺസ് ഉണ്ടാവും.
ഹൈ ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം ആണ് ചെയ്യുന്നത്. യെസ് അല്ലെങ്കിൽ നോ എന്നുള്ള പ്രശ്നമാണ് നിങ്ങൾ കൊണ്ടുവരേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഔട്ട്പുട്ട് ന്യൂറോൺ 5 ന്യൂറോൺസ് ആയിരിക്കും ഉണ്ടാകും. വൺ കറസ്പോണ്ട്സ് ടു യെസ് ആൻഡ് സെക്കൻഡ് ന്യൂറോൺ കറസ്പോണ്ട്സ് ടു നോ. പിന്നെ ഈ പറയുന്ന ന്യൂറോൺസ് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. ന്യൂമറിക്കൽ ഫിഗേഴ്സ് which are actually attended to the feature value to get the normalized results. നിങ്ങൾക്ക് ആവശ്യമുള്ള വാല്യൂസ് തന്നെ ഒരു നോർമലൈസ്ഡ് സ്കെയിലിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള എന്ത് ചെയ്യും, കുറച്ച് ന്യൂമറിക്കൽ ഫിഗേഴ്സ് വാല്യൂസ് between 0 and 1 അത് നിങ്ങൾ W1W9 അസോസിയേറ്റ് ചെയ്ത ഓരോ ഫീച്ചേഴ്സിന് കൊടുക്കും. ന്യൂറോണിന്റെ ഉള്ളിൽ എന്ന് പറഞ്ഞു ഇൻഫർമേഷൻ പ്രോസസ് ചെയ്യുമെന്ന് പറഞ്ഞു. അതാണ് ഈ ബ്ലൈൻഡ് ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്നത്. മാത്തമാറ്റിക്കലി നമ്മൾ ഇതിനെ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ പറയുന്ന ഓരോ ഫീച്ചേഴ്സ് ചെയ്ത് അതിനെ ഒരു ഫംഗ്ഷനിൽ പാസ് ചെയ്തിട്ടാണ് നമ്മൾ ഔട്ട്പുട്ട് കൊണ്ടുവരുന്നത്. അതായത് പറയുന്നത് സപ്പോസ് ഫസ്റ്റ് ന്യൂറോൺ, സെക്കൻഡ് ന്യൂറോൺ, തേർഡ് ന്യൂറോൺ, ഫോർത്ത് ന്യൂറോൺ ആണ് ഉള്ളത് വിചാരിക്കാം. അപ്പോൾ ഓരോ ന്യൂറോണിന് നമ്മൾ എക്സ് എന്ന് പറയുന്നത് നമ്മൾ ഡിഫൈൻ ചെയ്തത് x1, x2, x3, x4. You have 4 neurons. ഈ സമ്മേഷൻ ചെയ്യുന്നത് വെയിറ്റഡ് സം ആണ്. വെയിറ്റഡ് സം that is x1 into w1 plus x2 into w2 plus x3 into w3 plus x4 into w4. അതാണ് ബേസിക്കലി എന്ത് ചെയ്യുന്നത്, സമ്മേഷൻ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഒരു ന്യൂമറിക് റിസൾട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന സമ്മേഷനിൽ കിട്ടും. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് വേരിയബിൾ ആയിരിക്കും. അതിന് പല വാല്യൂല് ബേസ് ചെയ്തിട്ട് അതിന് പല റേഞ്ച് ഉണ്ടാവും. ആ റേഞ്ചിന് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സ്റ്റാൻഡർഡൈസ്ഡ് സ്കെയിലിലേക്ക് കൊണ്ടുവരുമ്പോൾ ഫോർ എക്സാമ്പിൾ ഇഫ് യു വാണ്ട് ടു പ്ലോട്ട് ബിറ്റ്വീൻ 0 and 1 എന്ത് വാല്യൂ കിട്ടിയാലും അതിന് സ്കെയിൽ ഡൗൺ ടു 0 and 1 അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് റിസൾട്ട് ഡിസൈഡ് ആയിട്ടുള്ള ഒരു നോർമലൈസേഷൻ ഉണ്ടാവും. അതാണ് ബേസിക്കലി ഈ ആപ്ലിക്കേഷൻ ഫംഗ്ഷൻ ഇത് ചെയ്തു തരുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങളുടെ വാല്യൂ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന സമ്മേഷൻ വാല്യൂ നിങ്ങൾ സ്കെയിൽ ഡൗൺ ചെയ്ത് 0നും 1നും ഇടയിൽ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു യൂസ് ദ കറസ്പോണ്ടിങ് ആക്ടിവേഷൻ ഫംഗ്ഷൻ which can generate its results from 0 to 1. അതായത് എക്സിന് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങളുടെ ഈ സമ്മേഷൻ റിസൾട്ട്. എക്സിന്റെ വാല്യൂ എന്തായാലും എക്സിന് സ്കെയിൽ ഡൗൺ ടു 0 and 1 ചേഞ്ച് ചെയ്ത് തരുന്ന ഏതെങ്കിലും ഒരു ആക്ടിവേഷൻ ഫംഗ്ഷനിലേക്ക് നിങ്ങൾ ഈ പറയുന്ന വെയിറ്റഡ് സം പാസ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദി നോർമലൈസ്ഡ് വാല്യൂ. അതായിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ ഔട്ട്പുട്ടിലേക്ക് കൊടുക്കുന്നത്. ഇതാണ് ഒരു സിംഗിൾ ന്യൂറോണിന്റെ, അതായത് ഇത് നമ്മുടെ ബയോളജിക്കൽ ന്യൂറോണിൽ ഞാൻ നേരത്തെ പറഞ്ഞ ബയോളജിക്കൽ ആക്ഷൻ ചെയ്യുന്ന പാത്ത്, അതിനെ തന്നെ മിമിക് ചെയ്ത് നമുക്ക് ഒരു ആർട്ടിഫിഷ്യൽ ന്യൂറോൺ ക്രിയേറ്റ് ചെയ്യാം. ഒരു സിംഗിൾ ലെയർ ന്യൂറൽ നെറ്റ്വർക്കിന്റെ ഫിഗർ ആണിത്. സോറി, ഈ ന്യൂറൽ നെറ്റ്വർക്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ഇൻപുട്ട് ലെയേഴ്സും ഉണ്ട്, ഇവിടെ ഔട്ട്പുട്ട് ലെയേഴ്സും ഉണ്ട്. ഈ ഒരു ഇൻപുട്ട് ലെയറിനും ഒരു ഔട്ട്പുട്ട് ലെയറിനും ഇടയിൽ നിങ്ങൾക്ക് ഇപ്പൊ ഒന്നിൽ കൂടുതലോ ഹിഡൻ ലെയേഴ്സ് വന്നു കഴിഞ്ഞാൽ that becomes multi-layer neural network, or in short you can tell that they can be categorized into deep neural networks. ഒരു എസ്സേ ചോദിച്ചാൽ ഇത്രയും തിയറിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട്സ് മാത്രം ഇൻക്ലൂഡ് ചെയ്താൽ മതി. ഇവിടെ താഴത്തേക്ക് വരുമ്പോൾ യു ക്യാൻ സീ ഹിഡൻ ലെയേഴ്സ് ഇൻ ബിറ്റ്വീൻ യുവർ ഇൻപുട്ട് ലെയർ ആൻഡ് ഔട്ട്പുട്ട് ലെയർ. ആവശ്യമില്ലാത്ത, അതായത് നിങ്ങൾക്ക് ആവശ്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ ലൈക്ക് കൺവല്യൂഷൻ, മാക്സ് പൂളിംഗ്, വെക്ടർ അഡീഷൻ, ഹൗ ദേ ആർ വർക്കിംഗ്, ഇത്രയും കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. എക്സാം പോയിന്റിൽ ഇത്രയും ഡെപ്തിലേക്ക് നിങ്ങൾ എഴുതണ്ട. നിങ്ങൾ മേജർ ടൈപ്സ് അല്ലെങ്കിൽ എങ്ങനെ അതിന്റെ മേജർ ഇവിടെ തുടങ്ങി പറയുന്നത് കുറച്ച് അഡ്വാൻസ്ഡ് ഡീപ് ന്യൂറൽ നെറ്റ്വർക്സിന്റെ എക്സാമ്പിൾ ആണ്. വൺ ഇസ് റെക്കറന്റ് ന്യൂറൽ നെറ്റ്വർക്ക് RNN. CNN തന്നെ കുറച്ച് അഡ്വാൻസ്ഡ് ആണ് RNN. RNN വരുന്ന വ്യത്യാസം ഒറ്റ വാക്കിൽ പറയുവാണെങ്കിൽ this is the thing. ഇവിടെ നമുക്കിപ്പോ ഹിഡൻ ലെയേഴ്സ് ഉണ്ട്. This is the first hidden layer and this is the second hidden layer as per this diagram. അപ്പൊ ഈ ഹിഡൻ ലെയറിൽ വന്നിട്ടുള്ള ഡേറ്റ ഈ ഹിഡൻ ലെയറിലേക്ക് തന്നെ റിക്കർ ചെയ്ത് കൊടുക്കുക. അതായത് നമ്മൾ ഐട്രേറ്റ് ചെയ്യാന്ന് പറയില്ലേ, അതുപോലെ തന്നെ അതിലേക്ക് തന്നെ പാസ് ചെയ്താൽ ദാറ്റ് ബിക്കംസ് റെക്കറന്റ് ന്യൂറൽ നെറ്റ്വർക്ക്. എവിടെയാണ്, ഏത് തരം പ്രോബ്ലത്തിലാണ് നമ്മൾ റെക്കറന്റ് ന്യൂറൽ നെറ്റ്വർക്ക്സ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇപ്പൊ ഒരു സീക്വൻഷ്യൽ ഇൻഫർമേഷൻ ആണ് ഉള്ളത് അല്ലെങ്കിൽ ഒരു സീരിയൽ ഇൻഫർമേഷൻ ആണ് ഉള്ളത്, അതിനെ പ്രോസസ് ചെയ്യാൻ സാധാരണഗതിയിൽ നമ്മൾ RNN മോഡൽസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ CNN അഡ്വാൻസ്ഡ് ആണ് RNN മോഡൽ. അതുപോലെ തന്നെ യു ഹാവ് റിക്കേഴ്സീവ് ന്യൂറൽ നെറ്റ്വർക്ക്സ്.
റിക്കർസീവ് ന്യൂറൽ നെറ്റ്വർക്ക്സ് ആർ അനദർ ടൈപ്പ് ഓഫ് റെക്കറന്റ് ന്യൂറൽ നെറ്റ്വർക്ക്. അവിടെ എന്താ പറയുന്നത്, ഇതുപോലെ റിക്കറൻസ് ഉണ്ടാകും അല്ലെങ്കിൽ ഐറ്ററേഷൻ ഉണ്ടാകും, പക്ഷെ അത് ഒരു ഹൈറാർക്കിയൽ ഓർഡറിലായിരിക്കും വരുന്നത്. അതായത് ഒരു ലെയർ, അതായത് ഐദർ ദ ഫസ്റ്റ് ലെയർ ഫ്രം ദ സെക്കൻഡ് ലെയർ ഫ്രം ദ തേർഡ് ലെയർ, അങ്ങനെ ഒരു ട്രീ ലൈക്ക് ഫോമില് നിങ്ങൾക്ക് ഫോം ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. എൻകോഡർ ഡീകോഡർ മോഡൽസ് സാധാരണഗതിയിൽ ഈ പറയുന്ന റിക്കർസീവ് ന്യൂറൽ നെറ്റ്വർക്കിലാണ് വരുന്നത്. അതിന്റെ ഏറ്റവും കോമൺ ആയിട്ടുള്ള എക്സാമ്പിൾ ആണ് ഓട്ടോ എൻകോഡേഴ്സ് എന്ന് പറയുന്ന മോഡല്. ഇനി അതിന്റെയും കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റെസ്ട്രിക്റ്റഡ് ബോൾട്സ്മാൻ മെഷീൻസ് ഉണ്ട്. അത് നമ്മൾ അതായത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഡിപ്പെൻഡന്റ് ആയിട്ടാണ് നമ്മൾ, അതായത് ഓരോരോ ചില ഡൊമൈനുകളുണ്ട് അവിടെ ഈ പറയുന്ന ബോൾട്സ്മാൻ മെഷീൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഗെറ്റ് എ കൺസിഡറബിൾ ഹൈ എമൗണ്ട് ഓഫ് റിസൾട്ട്സ്. അതായത് ജനറേറ്റീവ് ക്യാപ്പബിലിറ്റി ഈ പറയുന്ന ബോൾട്സ്മാൻ മെഷീൻസിന് ഉണ്ട്. അപ്പോൾ ഒറിജിനൽ ഡേറ്റയുടെ സൈസ് കുറവാണ്, അല്ലെങ്കിൽ ഒറിജിനൽ ഡേറ്റ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള അവൈലബിലിറ്റി കുറവാണ്. അപ്പൊ ഒറിജിനൽ ഡേറ്റയെ മിമിക് ചെയ്യുന്ന കുറച്ച് ആർട്ടിഫിഷ്യൽ ഡേറ്റ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യണം. ആ ഡേറ്റയെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് ഒരു ബെറ്റർ പെർഫോമൻസ് കിട്ടണം എന്നുണ്ടെങ്കിൽ യു ജനറലി ഗോ ഫോർ കൺസ്ട്രക്ടിങ് ദിസ് ബോൾട്സ്മാൻ മെഷീൻ. അപ്പൊ ഇതെല്ലാം ബേസിക്കലി ഡീപ്പ് ന്യൂറൽ നെറ്റ്വർക്കുകളുടെ റിസർച്ച് മോഡൽസ് ആണ്, അല്ലെങ്കിൽ ഇപ്പൊ പ്രസന്റ്ലി നമ്മൾ റിയൽ ടൈം ആപ്ലിക്കേഷനിൽ യൂസ് ചെയ്യുന്ന പല മോഡലുകളുടെ പേരാണ്. അപ്പോൾ ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ ഇതിന്റെ ആർക്കിടെക്ചറൽ ഡീറ്റെയിൽസ് നിങ്ങൾ തേടി പോകണ്ട. നിങ്ങൾ ഡീപ്പ് ന്യൂറൽ നെറ്റ്വർക്ക് പറയുമ്പോൾ അതിന്റെ ഇന്നത്തെ കോമൺലി യൂസ്ഡ് എക്സാമ്പിൾസ് എന്ന് പറഞ്ഞ് ഇതിനെ ലിസ്റ്റ് ചെയ്താൽ മതി. ഇതുപോലെ തന്നെ 2 എക്സാമ്പിൾസ് കൂടെ ഉണ്ട്. ഗ്യാൻ മോഡലും ഉണ്ട്, ഗ്യാൻ മോഡലും ഉണ്ട്, ട്രാൻസ്ഫോമേഴ്സും ഉണ്ട്. ഗ്യാൻ മോഡലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങളുടെ ചാറ്റ് GPT പോലെ, അതായത് ഒരു ജനറേറ്ററും ഉണ്ടാകും, അത് ഫോൾസ് ആണോ റിയൽ ആണോ എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ഡിസ്ക്രിമിനേറ്റർ കോമ്പോണന്റ് കൂടെ ഈ പറയുന്ന ഗ്യാൻ മോഡലിൽ ഉണ്ടാവും. നിങ്ങൾ യൂസ് ചെയ്യുന്ന നമുക്കിപ്പോൾ ഈ ടെക്സ്റ്റ് ജനറേറ്റേഴ്സ് എല്ലാം ഗ്യാനിന്റെ ആപ്ലിക്കേഷൻസ് ആണ്. ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടെ ഹെവി ആയിട്ടുള്ള മോഡൽസ് ആണ്. അവർക്ക് എന്താ പറയുന്നത്, നമ്മൾ നേരത്തെ ഇപ്പൊ ഗ്യാനിൽ നമ്മൾ 2 മേജർ ബ്ലോക്സ് ഉണ്ട്, ജനറേറ്റർ ഉണ്ട്, ഡിസ്ക്രിമിനേറ്റർ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഹൈലി കോംപ്ലക്സ് ആയിട്ടുള്ള മോഡലാണ്. ഒരു ട്രാൻസ്ഫോമറിൽ തന്നെ നിങ്ങൾക്ക് പല ബ്ലോക്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. എൻകോഡർ, ഡീകോഡർ, അല്ലെങ്കിൽ അറ്റൻഷൻ മൊഡ്യൂള്, അങ്ങനെ പല പല മൊഡ്യൂൾസ്, ഓരോ മൊഡ്യൂൾസിനും ഓരോരോ ഇന്റൻഡഡ് ടാസ്ക് ഉണ്ടാവും. അങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരു ഹ്യൂജ് മോഡലാണ് ട്രാൻസ്ഫോമർ മോഡൽ. ഇതും റിയൽ ലൈഫിൽ നമ്മളിപ്പോ യൂസ് ചെയ്യുന്ന പല പല കാര്യങ്ങളാണ്. അപ്പോൾ ഡീപ്പ് ലേണിംഗ് ആൻഡ് ഇറ്റ്സ് ആർക്കിടെക്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഡീപ്പ് ലേണിംഗ് മോഡൽ ഈ ബയോളജിക്കൽ ന്യൂറൽ നെറ്റ്വർക്കിൽ നിന്ന് ബേസിക് ആയിട്ടുള്ള ഒരു ഡീപ്പ് ലേണിംഗ് മോഡൽ അല്ലെങ്കിൽ ഒരു ബേസിക് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് എങ്ങനെ ഇരിക്കുന്നു എന്ന് പറയണം. അതിനുശേഷം അതിന്റെ കുറച്ച് എക്സാമ്പിൾസ് ലിസ്റ്റ് ചെയ്യണം. ഇത്തരം കാര്യങ്ങളാണ് അതിൽ നമ്മൾ പറയേണ്ടത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് എൻസെമ്പിൾ മെത്തേഡ്സ്. എൻസെമ്പിളിൽ 3 തരം ടെക്നിക്സ് ആണ് ബേസിക്കലി ഉള്ളത്. ദാറ്റ് ഇസ് ബാഗിങ്, സ്റ്റാക്കിംഗ് ആൻഡ് ബൂസ്റ്റിംഗ്. ബാഗിങ്, സ്റ്റാക്കിംഗ് ആൻഡ് ബൂസ്റ്റിംഗ്. ഇതും ഈ പറയുന്ന ഒരു ഷോർട്ട് ആൻസർ ആയിട്ട് ചോദിക്കാവുന്നതാണ്. ബാഗിങ്ങിൽ നമ്മൾ എടുക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ആക്ച്വലി സ്പീക്കിംഗ് എൻസെമ്പിൾസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇൻട്രൊഡക്ടറി സെഷനിൽ ഞാൻ പറഞ്ഞു, കോമ്പിനേഷൻസ് ഓഫ് ഡിഫറെന്റ് മോഡൽസിനെ ഒരുമിച്ച് വെച്ചിട്ടാണ് നമ്മൾ എൻസെമ്പിൾസ് ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ എല്ലാം ഓരോരോ മോഡലിനെ പറ്റിയിട്ടാണ് പറഞ്ഞിരുന്നത്. ഒരു കൺവല്യൂഷണൽ ന്യൂറൽ നെറ്റ്വർക്ക്, അല്ലെങ്കിൽ ഒരു ഡീപ്പ് ലേണിംഗ് നെറ്റ്വർക്ക്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ നേരത്തെ എക്സിസ്റ്റിംഗ് അൽഗോരിതംസ് പഠിച്ചത് പ്രകാരമാണെങ്കിൽ ഒരു SVM അല്ലെങ്കിൽ ഒരു KNN, ഇതിന്റെ ആക്യുറസി അല്ലെങ്കിൽ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നാണ് നമ്മൾ ഇവിടെ പറഞ്ഞതെങ്കിൽ, ഇനി മുതൽ എൻസെമ്പിൾസിൽ നമ്മൾ കാണുന്നത് കോമ്പിനേഷൻസ് ഓഫ് 2 ഓർ കോമ്പിനേഷൻസ് ഓഫ് 3 ഓർ കോമ്പിനേഷൻസ് ഓഫ് 4 മോഡൽസ് ആയിരിക്കും കൊണ്ടുവരുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യണത് എന്തിനാന്ന് വെച്ചാൽ ഒറ്റ ക്ലാസിഫയർ അല്ലെങ്കിൽ ഒറ്റ മോഡൽ തരുന്ന ആക്യുറസിനേലും എൻഹാൻസ്ഡ് ആക്യുറസി ഈ പറയുന്ന എൻസെമ്പിൾ മോഡൽസിന് തരാനായിട്ട് പറ്റും. അതിന് ഈ കോമ്പിനേഷൻസ് എങ്ങനെയൊക്കെ കൊണ്ടുവരാം എന്നുള്ളതാണ് ഈ 3 ടെക്നിക്കുകൾ നമ്മൾ തരുന്നത്. ബാഗിങ് മോഡലിൽ ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ചാൽ, യു വിൽ കൺസിഡർ മെനി മോഡൽസ് ടുഗെദർ. അപ്പൊ നിങ്ങൾക്ക് 4 മോഡൽസ് ഉണ്ടെങ്കിൽ 4 മോഡൽസിനെയും കൂടെ നിങ്ങൾ എന്ത് ചെയ്യും, ബാഗ് ചെയ്യും. Like you will combine all models into a single model and you will generate the output.
അതാണ് എൻസെമ്പിൾ യൂസിങ് ബാഗിങ്ങിൽ ചെയ്യുന്നത്. അപ്പൊ ബാഗിങ് എവിടെ നമ്മൾ എംപ്ലോയ് ചെയ്യുന്നു എന്ന് വെച്ചാല്, നിങ്ങൾക്കിപ്പോ 4 മോഡലുകളുണ്ട്. ആ 4 മോഡലുകളും ഈക്വലി ഗുഡ് ആയിട്ട്, അല്ലെങ്കിൽ ഒന്ന് മറ്റൊന്നിനേക്കാൾ മികച്ചതെന്ന് പറയാനല്ല, എല്ലാ 4 മോഡൽസും ഏകദേശം ഈക്വൽ പെർഫോമൻസ് ആണ് തരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ മോഡലുകളെ മൊത്തം കമ്പൈൻ ചെയ്ത് നിങ്ങൾ ഒറ്റ മോഡലാക്കി ബാഗ് ചെയ്ത് യു വിൽ യൂസ് ഇറ്റ് സോ ആസ് ടു ഗെറ്റ് എ ബെറ്റർ പെർഫോമൻസ്. അപ്പൊ അവിടെയാണ് നമ്മൾ ബാഗിങ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സ്റ്റാക്കിങ്ങിൽ നിങ്ങൾ ഡിഫറെന്റ് മോഡൽസിൽ നിങ്ങൾ കൊണ്ടുവരുന്നത് ഇങ്ങനെയായിരിക്കും. അതായത് ഇപ്പൊ ഇവിടെ ഈ ഒരു ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ക്ലാരിറ്റി കിട്ടില്ല. ലൈക്ക് വൺ മോഡൽ എബവ് ദ അതർ മോഡൽ, ആ രീതിയിലായിരിക്കും നിങ്ങൾ ഗ്രൂപ്പിംഗ് നിങ്ങൾ കൊണ്ടുവരുന്നത്. ഫസ്റ്റ് മോഡലിന് സപ്പോസ് ഇപ്പൊ ഒരു ലോവർ പെർഫോമൻസ് ആണെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് വേറൊരു മോഡലിന്റെ ഇൻപുട്ട് ആയിട്ട് നിങ്ങൾ ഫെച്ച് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യും, സെക്കൻഡ് മോഡലിന്റെ അവസാനം കുറച്ചുകൂടെ ഇംപ്രവൈസ്ഡ് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. ഇനി തേർഡ് മോഡലിന്റെ ഇൻപുട്ട് നിങ്ങൾ എന്താ കൊടുക്കുന്നത്, സെക്കൻഡ് മോഡലിന്റെ ഔട്ട്പുട്ട് ആയിട്ട് കിട്ടിയതായിരിക്കും തേർഡ് മോഡലിന്റെ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത്. സോ സപ്പോസ് ഇഫ് യു ഹാവ് 4 മോഡൽസ്, ഫോർത്ത് ഔട്ട്പുട്ട് വുഡ് ബി ദി ബെസ്റ്റ് ഔട്ട്പുട്ട് വെൻ കമ്പയർ ടു ദി ഇന്റർമീഡിയറ്റ് ഔട്ട്പുട്ട്സ്. അങ്ങനെ 1 ലെയർ അബവ് ദ അതർ ലെയർ നിങ്ങൾ ഡിഫറെന്റ് മോഡൽസിനെ കമ്പൈൻ ചെയ്യുന്നതിനെയാണ് സ്റ്റാക്ഡ് എൻസെമ്പിൾ മോഡൽസ് എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് മെത്തേഡ് ഇസ് ബൂസ്റ്റിംഗ് എൻസെമ്പിൾ മെത്തേഡ്. ബൂസ്റ്റിംഗ് എൻസെമ്പിൾ മെത്തേഡിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ കമ്പൈൻ ചെയ്യും, കമ്പൈൻ ചെയ്ത് കിട്ടുന്ന റിസൾട്ട് ഇതുപോലെ തന്നെ ബെറ്റർ റിസൾട്ട് ആയിരിക്കും. ആൻഡ് ബൂസ്റ്റിംഗ് മെത്തേഡ് നിങ്ങൾ എപ്പോഴാണ്, ഇപ്പൊ ബാഗിങ് എപ്പോഴും യൂസ് ചെയ്യുന്നു, സ്റ്റാക്കിംഗ് എപ്പോൾ യൂസ് ചെയ്യുന്നു എന്ന് നമ്മൾ പറഞ്ഞതുപോലെ ബൂസ്റ്റിംഗ് എപ്പോൾ യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാല്, നിങ്ങൾക്കിപ്പോ 4 മോഡൽ ഉണ്ട്. ആ 4 മോഡലിൽ ഏതെങ്കിലും മോഡൽസ് വീക്ക് ലേണേഴ്സ് ആണെങ്കിൽ, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഔട്ട്പുട്ട് തരാത്ത മോഡലുകൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിന്ന് വർക്ക് ചെയ്യുന്നതിനേലും നല്ലത് വീക്കായിട്ട് പെർഫോം ചെയ്യുന്ന ആളുകളെ ഇതുപോലെ തന്നെ ഹയർ പെർഫോമൻസ് ഉള്ള മോഡലുകളുടെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ ക്ലബ് ചെയ്യുന്നു. സോ ദാറ്റ് യു വിൽ ഗെറ്റ് എ ഫൈനലൈസ്ഡ് റിസൾട്ട് ഗുഡ് മോഡൽ. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ കമ്പൈൻ ചെയ്യുന്നതിന് മുന്നേ യു ക്യാൻ സീ സം പ്രോസസ്സസ് ഹാപ്പനിങ് ഹിയർ. വെയ്റ്റഡ് സാമ്പിൾ 1, വെയ്റ്റഡ് സാമ്പിൾ 2, വെയ്റ്റഡ് സാമ്പിൾ 3, ദേ ആർ കമ്പൈനിങ്. അതായത് ചുരുക്കം കുറച്ചും കൂടി എളുപ്പത്തിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മോഡൽ 1-നെയും മോഡൽ 2-നെയും മോഡൽ 3-യിൽ നിന്ന് കിട്ടിയ സാധനത്തിനെ നിങ്ങൾക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു മീൻ അല്ലെങ്കിൽ ആവറേജ് എടുത്തിട്ടാണ് നിങ്ങൾ ഔട്ട്പുട്ടിലേക്ക് ഫെച്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഒരു മോഡൽ ഇപ്പോൾ വീക്ക് ലേണർ ആണെന്നുണ്ടെങ്കിൽ പോലും ഔട്ട്പുട്ടിന് അത് അഫക്റ്റ് ആവില്ല. അല്ലെങ്കിൽ ഔട്ട്പുട്ട് കമ്പൈൻഡ് ഔട്ട്പുട്ട് ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ആവറേജ് ഓഫ് ഓൾ ദ മെത്തേഡ്സ് ആയതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും, നിങ്ങൾക്ക് ബെറ്റർ പെർഫോമൻസ് ഈ പറയുന്ന കമ്പൈൻഡ് മോഡലിൽ കിട്ടും. അതാണ് ബൂസ്റ്റിംഗ് എൻസെമ്പിൾ ലേണിംഗ് മോഡൽ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഈ പറയുന്ന അൽഗോരിതംസ് വർക്ക് ചെയ്യുന്നത്. ഇതോടുകൂടി നിങ്ങളുടെ ഫസ്റ്റ് ബ്ലോക്കിൽ, അതായത് യൂണിറ്റ് 1-ലെ എസ്എ ക്വസ്റ്റ്യൻസ് കവർ ആവും. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ടെക്നിക്സ് ഓഫ് ML ആണ്. അതിന്റെ കൂടെ തന്നെ ഡീപ് ലേണിംഗ് ആൻഡ് ഇറ്റ്സ് ടെക്നിക്, എൻസെമ്പിൾസ് ആൻഡ് ഇറ്റ്സ് ടെക്നിക്, അതുപോലെ തന്നെ റീഇൻഫോഴ്സ്മെന്റ് ആൻഡ് ഇറ്റ്സ് ടൈപ്പ്, ഷോർട്ട് ആൻസർ ആയിട്ട് ചോദിക്കാവുന്ന ഒരു തിയറിറ്റിക്കൽ ബ്ലോക്ക് ആണ് ഈ പറയുന്ന യൂണിറ്റ് 1, സോറി യൂണിറ്റ് 9, അതായത് ഫസ്റ്റ് യൂണിറ്റ് ഇൻ ബ്ലോക്ക് 3. Hope you are clear with it. Shall we move to unit 10? യൂണിറ്റ് 10-ലേക്ക് പോകാവോ? Someone of you please respond. Can you hear me? Yes, ma'am. ഇനി നമ്മൾ പോകുന്നത് യൂണിറ്റ് 10 ആണ്, വിച്ച് ഇസ് അബൌട്ട് ക്ലാസിഫിക്കേഷൻ. ക്ലാസിഫിക്കേഷനിൽ ഞാനിവിടെ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്, ഒരു മിനിറ്റ്, ഞാനിവിടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് എൻ്റെ ലെക്ചർ നോട്ട്സ് വെച്ചിട്ടാണ്. നിങ്ങൾ ക്ലാസ് കേട്ടതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ നോട്ട്സിലേക്ക്, മീൻസ് നിങ്ങൾ ടെക്സ്റ്റ് ഒന്ന് ജസ്റ്റ് ഗോ ത്രൂ ചെയ്താൽ മതി. ടെക്സ്റ്റിൽ കുറേയും കൂടെ ഡെപ്തിൽ, അല്ലെങ്കിൽ കുറച്ചും കൂടെ വാസ്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ഡിസ്ക്രൈബ് ചെയ്ത് പോകുന്നുണ്ട്. ഇതില് 10.5 ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്.
അല്ലെങ്കിൽ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട മെയിൻ ഏരിയ എന്ന് പറയുന്നത് 10.5 ആണ്. 1 to 4ലും 6 to 8ലും ഒന്നും കാര്യമായിട്ട് ഒന്നും ഇല്ല. ലൈക്ക് എക്സാം പോയിന്റിൽ നിങ്ങളിപ്പോൾ അത് സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല. പക്ഷെ 10.5ല് യു ഡീൽ വിത്ത് ഡിഫറെന്റ് കാറ്റഗറീസ് ഓഫ് ക്ലാസിഫിക്കേഷൻ അൽഗോരിതം. ക്ലാസിഫിക്കേഷൻ ഇപ്പൊ എന്താന്ന് നമ്മൾ പഠിച്ചു. എന്താണ്? സൂപ്പർവൈസ്ഡ് ലേണിംഗ് ആണ്. സൂപ്പർവൈസ്ഡ് ലേണിംഗിൽ തന്നെ ലേബിൾഡ് ഡേറ്റ തന്നിട്ടുള്ള ലേണിംഗ് പ്രോസസ്സാണ് ഈ പറയുന്ന ക്ലാസിഫിക്കേഷനിൽ നടക്കുന്നത്. അതിൽ 5 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അൽഗോരിതം നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. 5 തരം അൽഗോരിതം നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഫസ്റ്റ് സ്നേവ് ബയസ്, സെക്കൻഡ് വൺ ഇസ് കെ നിയറസ്റ്റ് നെയ്ബർ KNN, തേർഡ് വൺ ഇസ് ഡിസിഷൻ ട്രീ, ഫോർത്ത് വൺ ഇസ് ലോജിസ്റ്റിക് റിഗ്രഷൻ വിച്ച് ഇസ് എ റിഗ്രഷൻ ടൈപ്പ് നോട്ട് എ ക്ലാസിഫിക്കേഷൻ ടൈപ്പ്, ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് സപ്പോർട്ട് വെക്ടർ മെഷീൻ. ഇതിന് 5-നുള്ള നോട്ട്സ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തേക്കാം. ക്ലാസ് ലീഡർക്ക് ഷെയർ ചെയ്യാം. യു ക്യാൻ ഷെയർ ഇറ്റ്. അത് നിങ്ങൾ നോക്കി കാര്യം, അതായത് അൽഗോരിതം എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം യു ക്യാൻ മൂവ് ടു ദി തിയറിറ്റിക്കൽ പാർട്ട് ഇൻ ദി ടെക്സ്റ്റ് ബുക്ക്. ടെക്സ്റ്റ് ബുക്കിലുള്ള എക്സാമ്പിളും ടെക്സ്റ്റ് ബുക്കിലുള്ള എലാബറേഷൻസും ഒക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു വിടുക. ആദ്യം നിങ്ങൾ എൻ്റെ നോട്ട് നോക്കുക. 5 എണ്ണം നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യം KNN ആണ്. ക്യാൻ യു സീ KNN ക്ലാസിഫയർ? ഓക്കെ. ഈ നോട്ട്സ് ഒക്കെ നിങ്ങൾ കഴിഞ്ഞ സെമ്മിൽ ഓൺലൈൻ ക്ലാസ്സിൽ കയറിയവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടാവും കേട്ടോ. അതായത് ഡേറ്റ മൈനിങ്ങിന്റെ ഓൺലൈൻ ക്ലാസ്സിൽ നിങ്ങൾ കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന നോട്ട്സ് എല്ലാം ഉണ്ടാവും. ഇതെല്ലാം ഡേറ്റ മൈനിങ്ങിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. യൂണിറ്റ് 10 എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ ഡേറ്റ മൈനിങ്ങിൽ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അപ്പൊ KNN പഠിച്ച സമയത്ത് നമ്മൾ KNNൽ പഠിച്ചിട്ടുള്ളത് എന്താണ്? ഒന്ന്, അതിന്റെ അൽഗോരിതം എഴുതാനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ന്യൂമറിക്കൽ പഠിച്ചു വെക്കണം. KNN അൽഗോരിതത്തിന്റെ പ്രത്യേകത, അൽഗോരിതം ഒരു ലേസി ലേണറിന്റെ എക്സാമ്പിൾ ആണ്. എന്താണ് ലേസി ലേണേഴ്സ് എന്ന് പറഞ്ഞാൽ? യു ഹാവ് 2 types of learning algorithm, eager learners and lazy learners. Eager learners means they learn at the training phase and test it using the testing phase. അതാണ് eager learnersന്റെ പ്രത്യേകത. മക്കളെ 1 മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യണേ. 1 മിനിറ്റ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ അറ്റാച്ച്മെന്റ്? ഹലോ ഹലോ ഹലോ. കാണാം. ഓക്കെ. ഈഗർ ലേണേഴ്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവര് ട്രെയിനിങ് ഫേസിൽ അവർ ലേൺ ചെയ്യും. അത് അവര് കറക്റ്റ് ആണോ ഇല്ലയോ എന്നുള്ളത് ടെസ്റ്റിംഗ് ഫേസിൽ ടെസ്റ്റ് ചെയ്യും. പക്ഷെ KNN എന്ന് പറയുന്നത് ഈഗർ ലേണർ അല്ല, ലേസി ലേണേഴ്സ് ആണ്. ലേസി ലേണേഴ്സിന്റെ പ്രത്യേകത അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് അവർക്ക് ട്രെയിനിങ് ഫേസ് ഇല്ല. അല്ലെങ്കിൽ ട്രെയിനിങ് ഡേറ്റ കിട്ടിയാലും അവർ ട്രെയിനിങ് ഡേറ്റ യൂസ് ചെയ്ത് അവരൊന്നും ചെയ്യില്ല. വെൻ ദ ഫസ്റ്റ് ടെസ്റ്റ് ഡേറ്റ കംസ്, ആദ്യത്തെ ടെസ്റ്റ് ഡേറ്റ ഒക്കോർ ചെയ്യുന്ന സമയത്താണ് അവർ ലേണിംഗ് അല്ലെങ്കിൽ ലേൺ ചെയ്യാനായിട്ട് അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് ഇൻസ്റ്റൻസ് ബേസ്ഡ് ലേണിംഗ് എന്ന് പറയും, പാരാമെട്രിക് ലേണിംഗ് എന്ന് പറയും. കാര്യം KNNല് K എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് എടുത്തിട്ടാണ് ആ Kയുടെ വാല്യൂവിനെ ബേസ് ചെയ്തിട്ടാണ് ലേണിംഗ് ഹാപ്പൻ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് ഇൻസ്റ്റൻസ് ബേസ്ഡ് ലേണിംഗ്, പാരാമെട്രിക് ലേണിംഗ് എന്നുള്ള ടെക്നിക്സിന്റെ പേരിലെല്ലാം നമ്മൾ വിളിക്കും.
വർക്കിംഗ് ഓഫ് KNN അൽഗോരിതം എന്ന് പറഞ്ഞ് അതിന്റെ സ്റ്റെപ്സ് കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്സിൽ ഒന്നുമില്ല. ഒരു ടെസ്റ്റ് ഡേറ്റ വരുന്ന സമയത്ത് K എന്ന് പറയുന്ന ഒരു വാല്യൂ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. ഈ Kയുടെ വാല്യൂവിനെ ബേസ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യും, ഈ ടെസ്റ്റ് ഡേറ്റേനെ ട്രെയിനിങ് ഡേറ്റ ആയിട്ടുള്ള ഡിസ്റ്റൻസ്, ഇപ്പൊ നിങ്ങൾക്ക് 10 ട്രെയിനിങ് ഡേറ്റ ഉണ്ടെങ്കിൽ ആ 10 ട്രെയിനിങ് ഡേറ്റേനെയും ഈ ടെസ്റ്റ് ഡേറ്റ ആയിട്ടുള്ള ഡിസ്റ്റൻസ് നിങ്ങൾ കണ്ടുപിടിക്കണം. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് യു ഹാവ് വേരിയസ് ഡിസ്റ്റൻസ് മെഷറിംഗ് ഫോർമുലാസ്. ഫോർ എക്സാമ്പിൾ യൂക്ലീഡിയൻ ഡിസ്റ്റൻസ്, മാൻഹട്ടൻ ഡിസ്റ്റൻസ് എക്സെട്ര. സാധാരണഗതിയിൽ നമ്മൾ യൂക്ലീഡിയൻ ഡിസ്റ്റൻസ് ആണ് കോമൺലി യൂസ്ഡ് ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്നത്. അങ്ങനെ നമ്മൾ എല്ലാ പോയിന്റുകളുടെയും ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചിട്ട് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഏത് സാമ്പിൾസിനാണ് വരുന്നത് അത് നമ്മൾ എടുക്കുക. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സിമിലർ ആയിട്ടുള്ള ഡേറ്റേനെ ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ Kയുടെ വാല്യൂ 3 ആണെങ്കിൽ 3 നിയറസ്റ്റ് നെയ്ബർ നിങ്ങൾ കൺസിഡർ ചെയ്യും. Kയുടെ വാല്യൂ 5 ആണെങ്കിൽ 5 നിയറസ്റ്റ് നെയ്ബർ നിങ്ങൾ കൺസിഡർ ചെയ്യും. Kയുടെ വാല്യൂ എന്താണെന്നുള്ളത് ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഗിവൺ ആയിരിക്കും. യൂക്ലീഡിയൻ ഡിസ്റ്റൻസ് നിങ്ങൾ പഠിച്ചു വെക്കണം. ഇക്വേഷൻ സ്ക്വയർ റൂട്ട് ഓഫ് x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ. ഇതാണ് യൂക്ലീഡിയൻ ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ. അതിനെ ബേസ് ചെയ്ത് ന്യൂമറിക്കൽസ് കണ്ടുപിടിക്കാനും അല്ലെങ്കിൽ ന്യൂമറിക്കൽസ് സോൾവ് ചെയ്യാനും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. കഴിഞ്ഞ സെമ്മിൽ തന്നെ നിങ്ങൾ ഇത് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ളതായിരിക്കണം. ഇവിടെ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഡേറ്റ സെറ്റ് വിച്ച് ഇസ് കണ്ടെയ്നിങ് ദ മാർക്സ് ഓഫ് സ്റ്റുഡൻസ് ഇൻ 2 സബ്ജക്ട്സ്, മാത്സ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ്. ആൻഡ് ഈ മാത്സിനും കമ്പ്യൂട്ടർ സയൻസിനും കിട്ടിയിട്ടുള്ള മാർക്കിനെ ബേസ് ചെയ്തിട്ടാണ് അവരുടെ റിസൾട്ട് കിടക്കുന്നത്. ലൈക്ക് റിസൾട്ട് വെദർ ദ സ്റ്റുഡന്റ് ഇസ് പാസ്ഡ് ഓർ ഫെയിൽഡ് ബേസ്ഡ് ഓൺ ദിസ് മാർക്ക്. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് യു ആർ സപ്പോസ് ടു പ്രെഡിക്റ്റ് വെദർ എ സ്റ്റുഡന്റ് എക്സ് വിത്ത് മാർക്സ് is equal to 6 and computer science is equal to 8 is passed or failed using KNN classifier given that K is equal to 3. K 3 ആയിരിക്കുമ്പോഴും മാത്സിന്റെ മാർക്ക് 6 കമ്പ്യൂട്ടർ സയൻസിന്റെ മാർക്ക് 8 ആയിരിക്കുമ്പോഴും ഈ സ്റ്റുഡന്റ് ഫെയിൽഡ് ആണോ പാസ്ഡ് ആണോ എന്നുള്ളത്. ഇതാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ട്രെയിനിങ് ഡേറ്റ സെറ്റ്. ഗിവൺ ഡേറ്റ സെറ്റ് എന്ന് പറയുന്നത് ട്രെയിനിങ് ഡേറ്റ സെറ്റ് ആണ്. അതിൽ 5 സാമ്പിൾസ് ഉണ്ട്. ഈ 5 സാമ്പിൾസിന്റെ ഡിസ്റ്റൻസും ഈ പറയുന്ന ടെസ്റ്റ് ഡേറ്റയുടെ ഡിസ്റ്റൻസ്, അതായത് 6,8 ആയിട്ടുള്ള ഡിസ്റ്റൻസ് ഈ യൂക്ലീഡിയൻ ഫോർമുല യൂസ് ചെയ്ത് കണ്ടുപിടിക്കണം. അപ്പൊ നിങ്ങൾക്ക് ഓരോ ഡേറ്റ പോയിന്റുകളും തമ്മിലുള്ള ഡിസ്റ്റൻസ് കിട്ടും. അതിൽ നിന്ന് നമുക്കിപ്പോ Kയുടെ വാല്യൂ K is equal to 3 എന്നാണ് തന്നിരിക്കുന്നത്. ഇതിൽ ഷോർട്ടസ്റ്റ് 3 ഡിസ്റ്റൻസ് ഏതാണെന്ന് നോക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ അറിയാമെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ സെമ്മിലെ സിലബസിൽ ഉണ്ടായിരുന്നതാണ്. അപ്പൊ ആദ്യത്തെ ട്രെയിനിങ് സെറ്റ് എന്ന് പറയുന്നത് നമുക്ക് 4,3 ആണ്. 4, 3 മാത്സിന് 4, CS-ന് 3. നമ്മുടെ ടെസ്റ്റ് ഡേറ്റ എന്താണ്? 6, 8 ആണ്. 6,8. അപ്പൊ നമ്മൾ യൂക്ലീഡിയൻ ഡിസ്റ്റൻസ് വെച്ചിട്ട് 4,3ന്റെ ഡിസ്റ്റൻസ് 6,8ൽ നിന്ന് കണ്ടുപിടിച്ചു. ദാറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് 6 മൈനസ് 4 ദ ഹോൾ സ്ക്വയർ പ്ലസ് 8 മൈനസ് 3 ദ ഹോൾ സ്ക്വയർ. ആൻസർ 5.38 കിട്ടണം, അല്ലെങ്കിൽ കിട്ടും. അതുപോലെ ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ടെസ്റ്റ് സാമ്പിൾ ആയിരുന്നു നമ്മുടെ 4,3. അതുപോലെ ലാസ്റ്റ് സാമ്പിൾ 5th സാമ്പിൾ 8,8 വരെയുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. യു വിൽ ഗെറ്റ് ഓൾ ദിസ് റിസൾട്ട്സ്. അതിൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഇതൊക്കെയായിരുന്നു 112. അപ്പൊ ഈ 112 എന്ന് പറയുന്ന ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആയിട്ട് നിങ്ങൾ അവൈലബിൾ ഡിസ്റ്റൻസ് നിങ്ങൾ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ നോക്കേണ്ടത് ഈ 112ന്റെ ക്ലാസ് ഏതാന്ന് നോക്കണം. 1 വാസ് എ സെക്കൻഡ് വൺ വാസ് പാസ്. 1 again the second one was the third sample, that is again pass, and the 5th one was again pass. അപ്പൊ മൂന്നിന്റെ ക്ലാസ്, അതായത് മൂന്നിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് പാസ് തന്നെയാണ്. അപ്പൊ 6,8 എന്തിലേക്ക് പോവും? പാസിലേക്ക് തന്നെ പോവും. എല്ലാ കേസിലും നമ്മൾക്ക് ഇതുപോലെ എല്ലാ ക്ലാസ്സുകളും ഒരേ ഔട്ട്പുട്ട് ക്ലാസ്സിൽ കിടക്കണം എന്നില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പൊ 2 പാസും 1 ഫെയിലും വരാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? മെജോറിറ്റി വോട്ട് യൂസ് ചെയ്യും. 2 is greater than 1. സോ 2 ഒന്നിനേക്കാളും കൂടുതലായതുകൊണ്ട് സ്റ്റിൽ അഗെയിൻ യു വിൽ പ്ലേസ് ദ ക്ലാസ് ഇൻ ടു പാസ്. ഇപ്പൊ 3 എണ്ണവും പാസ് ആയാൽ മാത്രമേ പാസ് ആവുള്ളൂ എന്നില്ല. മെജോറിറ്റി ഏത് വാല്യൂ വരുന്നു ആ വാല്യൂയിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ആൻസർ നിങ്ങൾക്ക് മാപ്പ് ചെയ്യാം. ദിസ് ഇസ് ഹൗ KNN വർക്ക്സ്. ഒരു എക്സാമ്പിൾസ് കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തിയറിറ്റിക്കൽ പോർഷൻസ് അത് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. ഇതിനേലും കൂടുതൽ തിയറിയും ഇതിനേലും കൂടുതൽ ന്യൂമറിക്കൽസും നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട്. ബേസിക് കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓരോന്നോരോന്നായിട്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ദ നെക്സ്റ്റ് ക്ലാസിഫയർ ഇസ് നെയ്വ് ബയസ് ക്ലാസിഫയർ. നെയ്വ് ബയസ് ക്ലാസിഫയർ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, മെഷീൻ ലേണിംഗ് മോഡലിൽ പല പല ടെക്നിക്കുകളുണ്ട്. അതിലൊരു ടെക്നിക്കാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്ക്. ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കിൽ യു ഹാവ് ആക്ച്വലി എ തിയറം വിച്ച് ഇസ് നോൺ ആസ് ബേസ് തിയറം.
നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ മാത്തമാറ്റിക്സിൽ നിങ്ങൾ ബേസ് തിയറം പഠിച്ചിട്ടുണ്ടാവും. ബേസിക് കൺസെപ്റ്റ് കണ്ടീഷണൽ പ്രോബബിലിറ്റി ആണ്. അതായത് പ്രോബബിലിറ്റി ഓഫ് എ ക്ലാസ് ഗിവൺ അനദർ ക്ലാസ്, അതിനെയാണ് നമ്മൾ കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. പക്ഷെ കണ്ടീഷണൽ പ്രോബബിലിറ്റിയുടെ ഇക്വേഷനിൽ ഒരു പ്രശ്നമുണ്ട്. കണ്ടീഷണൽ പ്രോബബിലിറ്റി നമ്മൾ പഠിക്കുന്നത് പ്രോബബിലിറ്റി ഓഫ് ക്ലാസ് എ ഗിവൺ ബി എന്ന് പറഞ്ഞാണ്. പ്രോബബിലിറ്റി ഓഫ് ക്ലാസ് എ ഗിവൺ ബി ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ബൈ പി ഓഫ് ബി എന്നാണ് നമ്മൾ ഇക്വേഷനിൽ നമ്മൾ പഠിക്കുന്നത്. എ ഇന്റർസെക്ഷൻ ബി ബൈ പി ഓഫ് ബി. അപ്പൊ എ ഇന്റർസെക്ഷൻ ബി എന്താണെന്നുള്ളത് സാധാരണഗതിയിൽ നമുക്ക് ഇപ്പൊ ഈ തന്നിരിക്കുന്ന ന്യൂമറിക്കൽ വാല്യൂസിൽ നിന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. എ യൂണിയൻ ബി ആണെങ്കിലും എ ഇന്റർസെക്ഷൻ ബി ആണെങ്കിലും നമുക്ക് ടോട്ടൽ സാമ്പിൾ തന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ എണ്ണി കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നിങ്ങൾക്കൊരു എസ്റ്റിമേഷൻ നിങ്ങൾക്ക് അതിൻ്റെ അകത്തുനിന്ന് കിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ എ ഇന്റർസെക്ഷൻ ബിനെ ഏതെങ്കിലും രീതിയിൽ റീപ്ലേസ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം. അപ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്? കണ്ടോ, എ ഇന്റർസെക്ഷൻ ബിനെ നമ്മൾ മാറ്റുമ്പോഴാണ് യു ഗെറ്റ് ദിസ് ഇക്വേഷൻ, ദാറ്റ് ഇസ് ബേസ് തിയറം. ഇതിന്റെ ഡെറിവേഷൻ എല്ലാം മാത്തമാറ്റിക്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇവിടെ ആക്ച്വലി ബേസ് തിയറവും വേണ്ട, കണ്ടീഷണൽ തിയറവും വേണ്ട, നമുക്കൊന്നും വേണ്ട. ഇവിടെ നിന്നൊക്കെ ഡിറൈവ് ചെയ്ത് വന്നതാണ് എന്ന് മാത്രമേ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. വാട്ട് വി ആർ ഫോക്കസിങ് ഇസ് ന്യൂ ബേസ് ഇക്വേഷൻ. ബേസ് തിയറം എന്ന് പറയുന്ന ബേസിക് ഫോർമുലയിൽ നിന്ന് എങ്ങനെ ബേസ് തിയറത്തിലേക്ക് എത്തി എന്നുള്ള കാര്യം മാത്രമേ നമുക്ക് അറിഞ്ഞാൽ മതി. അപ്പൊ ബേസ് തിയറത്തിന് കണ്ടീഷണൽ പ്രോബബിലിറ്റി ആയിട്ടുള്ള ഡിഫറൻസ് എന്താണ്? ഈ എ ഇന്റർസെക്ഷൻ ബി മാറ്റി അവരവിടെ ബി ഗിവൺ എ ഇൻറ്റു പി ഓഫ് എ എന്ന് പറയുന്ന ഇക്വേഷൻ ആയിട്ട് അവര് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ ബി ഗിവൺ എ ക്യാൻ ബി ഫൈൻഡ് ഔട്ട്, പി ഓഫ് എ ക്യാൻ ബി ഫൈൻഡ് ഔട്ട് ആൻഡ് പി ഓഫ് ബി ക്യാൻ ഓൾസോ ബി ഫൈൻഡ് ഔട്ട്. അപ്പൊ ഈ ഇക്വേഷൻ ഓർത്ത് വെക്കാൻ ഒരു എളുപ്പവഴിയുണ്ട്. എ ഗിവൺ ബി എന്ന് പറയുന്നതിന് തിരിച്ചിടുക ഇൻ ദ RHS സൈഡ്, ബി ഗിവൺ എ ആക്കുക. ആൻഡ് ന്യൂമറേറ്റർ പാർട്ടിൽ നമുക്ക് എ ആണ് കിടക്കുന്നത്, സോ പി ഓഫ് എ മുകളിൽ എഴുതുക. ഡിനോമിനേറ്റർ പാർട്ടിൽ ബി ആണ് കിടക്കുന്നത്, സോ താഴെ നമുക്ക് പി ഓഫ് ബി എഴുതുക. ദാറ്റ് ഇസ് ബേസ് തിയറം. അപ്പൊ ബേസ് തിയറത്തിൽ നിന്ന് എങ്ങനെ ഈ പറയുന്ന ന്യൂ ബേസ് തിയറത്തിലേക്ക് വന്നു, അല്ലെങ്കിൽ ആ ഇക്വേഷൻ എങ്ങനെ ഫോം ചെയ്തു എന്ന് ചോദിച്ചാല് ദ ഓൺലി റീസൺ ഇസ് ഇവിടെ നമ്മൾ രണ്ട് ഇൻഡിപെൻഡന്റ് ക്ലാസ്സുകളുടെ പ്രോബബിലിറ്റി ആണ് പറയുന്നത്. എ ഗിവൺ ബി എന്ന് പറഞ്ഞാൽ എ ആൻഡ് ബി ആർ ടു ഇൻഡിപെൻഡന്റ് ക്ലാസ്സസ്. പക്ഷെ നമ്മൾ മെഷീൻ ലേണിംഗ് പ്രോബ്ലത്തിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത് രണ്ട് ഡിഫറെന്റ് ക്ലാസ്സുകളെ അല്ല, മറിച്ച് ഒരു സെറ്റ് ഓഫ് ഫീച്ചേഴ്സ് അതിന് കറസ്പോണ്ടിങ് ക്ലാസ്, അടുത്ത സെറ്റ് ഓഫ് ഫീച്ചേഴ്സ് അതിന് കറസ്പോണ്ടിങ് ചിലപ്പോൾ വേറൊരു ക്ലാസ് ആയിരിക്കും. അപ്പൊ ഫീച്ചേഴ്സ് ആൻഡ് ക്ലാസ് ആണ് നമുക്കുള്ളത്, അല്ലാതെ രണ്ട് ഇൻഡിപെൻഡന്റ് ക്ലാസ്സസ് അല്ല. അപ്പൊ ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഈ പറയുന്ന രീതിയിലേക്ക് നമ്മൾ മാറണം. അപ്പൊ അതെങ്ങനെ മാറും? അതാണ് ദി ഇക്വേഷൻ, ദിസ് വൺ. പി ഓഫ് സി ഐ ഗിവൺ എക്സ്. ഇവിടെ സി ഐ ആണ് നിങ്ങളുടെ ക്ലാസ്, ഗിവൺ എക്സ് ആണ് നിങ്ങളുടെ ഫീച്ചർ. അപ്പൊ ആ സി ഐ ഗിവൺ ക്ലാസിന്റെ ഇക്വേഷൻ ആണ് ഈ ലാസ്റ്റ് കൊടുത്തിരിക്കുന്നത്. എക്സ് ഗിവൺ സി ഐ ഇൻറ്റു പി ഓഫ് സി ഐ ഡിവൈഡഡ് ബൈ പി ഓഫ് എക്സ്. സോ ദിസ് ഇസ് ഇക്വേഷൻ പി ഓഫ് എക്സ് ഗിവൺ സി ഐ. ഇനിയിപ്പോ ഇവിടെ ഒരു ഫീച്ചർ ഗിവൺ ഒരു ക്ലാസ് എന്ന് വരുമ്പോഴാണ് നിങ്ങൾക്ക് എക്സ് ഗിവൺ സി ഐ വരുന്നത്. Suppose if we have two features, then what would be the equation? Equation would be P of Ci given x1, x2. രണ്ട് എക്സ് അവിടെ വരാം. അതുപോലെ തന്നെ ഈ RHS സൈഡിൽ എങ്ങനെ വരാം? P of x1 given Ci into P of x2 given Ci into P of Ci divided by P of x1 into P of x2. ആ രീതിയിലൂടെ പോവാം. അപ്പൊ നമുക്ക് സിംപ്ലിസിറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ കാൽക്കുലേഷന്റെ ഈസിന് വേണ്ടി സാധാരണഗതിയിൽ നമ്മൾ ഡിനോമിനേറ്റർ പാർട്ട് കൺസിഡർ ചെയ്യാറില്ല. അതായത് പി ഓഫ് x1, പി ഓഫ് x2 എന്ന് പറയുന്ന വാല്യൂസ് നമ്മൾ എന്തെടുക്കാറില്ല, നമ്മൾ കൺസിഡർ ചെയ്യാറില്ല. എന്തുകൊണ്ടാണ്? അത് ആ ഒരു ന്യൂമറിക്കൽ വാല്യൂ ഫീച്ചറിന്റെ പ്രോബബിലിറ്റി അതായത് ഇൻഡിവിജ്വൽ ഫീച്ചേഴ്സിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്ന സാധാരണഗതിയിൽ വളരെ സ്മോൾ ന്യൂമറിക്കൽ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളത് കൺസിഡർ ചെയ്യാറില്ല. ഡിനോമിനേറ്റർ പാർട്ട് എലിമിനേറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ കമ്പ്യൂട്ടേഷനിൽ ഇതിനെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി അതിനെ ബേസ് ചെയ്തിട്ട് ഒരു ന്യൂമറിക്കലും താഴെ കാണേണ്ടതാണ്. ഇറ്റ്സ് നോട്ട് ഗിവൺ ഹിയർ. ഞാനത് ഷെയർ ചെയ്തേക്കാം. ഈ ഒരു ഇക്വേഷനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പ്രോബ്ലം വരുമ്പോൾ പ്രോബ്ലത്തിന് ചെയ്യാം. ഫോർ എക്സാമ്പിൾ പ്രീവിയസ് ക്വസ്റ്റ്യന്, അതായത് നമ്മളിപ്പോ മാത്സിന്റെയും കമ്പ്യൂട്ടർ സയൻസിന്റെയും മാർക്ക് ബേസ് ചെയ്ത് പാസ്സാണോ ഫെയിൽ ആണോ എന്നുള്ള ഒരു പ്രോബ്ലം നമ്മൾ നേരത്തെ കണ്ടില്ലേ? അത് നമ്മൾ നെയിം ബേസ് യൂസ് ചെയ്ത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ദ ഡിഫറൻസ് വുഡ് ബി
ഇവിടെ നിങ്ങൾക്ക് ടെസ്റ്റ് സാമ്പിൾസ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു ട്രെയിനിങ് സാമ്പിളും തന്നിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ നെയ്വ് ബയസ് യൂസ് ചെയ്തിട്ട് പാസ് ആണോ ഫെയിൽ ആണോ എന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് 2 ക്ലാസ് ആണ് അവിടെ ഉള്ളത്, പാസ് അല്ലെങ്കിൽ ഫെയിൽ. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് പാസ് ഗിവൺ 2 features. What are the 2 features? Your 2 features are this probability of marks is equal to max and probability of feature is equal to CS അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് ഫെയിൽ ഗിവൺ ക്ലാസ് ഇസ് ഈക്വൽ ടു യെസ് ആൻഡ് പ്രോബബിലിറ്റി ഓഫ് പാസ് ഗിവൺ യുവർ ഫീച്ചേഴ്സ് ഇസ് ഈക്വൽ ടു മാക്സ് ആൻഡ് CS. ഇതിന്റെ രണ്ടിന്റെയും പ്രോബബിലിറ്റി കണ്ടുപിടിക്കുക യൂസിങ് ദ ഇക്വേഷൻ വിച്ച് വി ഹാവ് ഡിസ്കസ്ഡ് ബിഫോർ. ഇതിൽ ഏത് പ്രോബബിലിറ്റിയാണ് ഹയർ വാല്യൂ വരുന്നത്, അതായത് പാസിന്റെ ആണോ ഫെയിലിന്റെ ആണോ കൂടുതൽ പ്രോബബിലിറ്റി വാല്യൂ വരുന്നത്, അതായിരിക്കും നിങ്ങളുടെ ഔട്ട്പുട്ട് ക്ലാസ്. അതായത് 6,8 എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ പ്രോബബിലിറ്റി പാസ് ആണോ ഫെയിൽ ആണോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത് ആ ഇൻഡിപെൻഡന്റ് പ്രോബബിലിറ്റിയുടെ ഫെയിൽ ഓർ പാസിന്റെ ഏതാണ് ഹയർ ന്യൂമറിക്കൽ വരുന്നത് ആ വാല്യൂവിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അങ്ങനെയാണ് നെയ്വ് ബയസ് കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. നോട്ട്, അതായത് അതിന്റെ സോൾവ്ഡ് ന്യൂമറിക്കൽ ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഷെയർ ചെയ്യാം. ദ നെക്സ്റ്റ് തിങ് ഈസ് ലീനിയർ റിഗ്രഷൻ. ലീനിയർ റിഗ്രഷനിൽ നിങ്ങൾക്ക് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ചോദിക്കില്ല, കാര്യം ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ഒരു 2 small ക്വസ്റ്റ്യൻ ആണ്. സാധാരണഗതിയിൽ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ വരാറില്ല. പക്ഷെ ടൈപ്സ് ഓഫ് ലീനിയർ റിഗ്രഷൻ തിയറി ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മളോട് ചോദിക്കാറുണ്ട്. എന്താണ് ലീനിയർ റിഗ്രഷൻ അല്ലെങ്കിൽ എന്താണ് റിഗ്രഷൻ? ആക്ച്വലി യു വിൽ ഹാവ് എ സെറ്റ് ഓഫ് എക്സ് വാല്യൂ ആൻഡ് യു വിൽ ഹാവ് എ സെറ്റ് ഓഫ് വൈ വാല്യൂ. ഇപ്പൊ ഈ എക്സിന്റെയും വൈന്റെയും, അതായത് 2 ഫീച്ചേഴ്സിനെ ബേസ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ പ്ലോട്ട് ജനറേറ്റ് ചെയ്യും. അതൊരു ലൈൻ ആവാം, കർവ് ആകാം, എന്ത് വേണമെങ്കിലും ആകാം. ഇപ്പോൾ പുതിയൊരു ടെസ്റ്റ് സാമ്പിൾ വരുമ്പോൾ ആ ടെസ്റ്റ് സാമ്പിൾ ഈ റിഗ്രഷൻ പ്ലോട്ടുമായിട്ട് ഫിറ്റ് ആണോ അല്ലയോ എന്നുള്ളത് ആ പോയിന്റിനെ നിങ്ങൾ പ്ലോട്ട് ചെയ്യുക. ആ പോയിന്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന എക്സിസ്റ്റിംഗ് ഗ്രാഫിനെ എക്സ്ട്രാപൊളേറ്റ് ചെയ്യുമ്പോൾ അതിൽ ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ബിലോങ്സ് ടു ദിസ് റിഗ്രഷൻ ഓർ എൽസ് ഇറ്റ് ഇസ് എൻ ഔട്ട്ലയർ. ആ രീതിയിലാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ലീനിയർ റിഗ്രഷന് ബേസിക് ആയിട്ട് 2 ടൈപ്സ് ഉണ്ട്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഒത്തിരി ടൈപ്സ് കൊടുത്തിട്ടുണ്ട്. യു ക്യാൻ ഗോ ത്രൂ ഓൾ ദീസ് തിങ്സ്. ലീനിയർ റിഗ്രഷൻ എന്ന് പറയുന്നത് എപ്പോഴാണ്? എക്സിനും വൈക്കും തമ്മിൽ ലീനിയർ റിലേഷൻഷിപ്പ് ഉള്ളപ്പോഴാണ് ലീനിയർ റിഗ്രഷൻ എന്ന് പറയാം. ലീനിയർ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ അത് പല രീതിയിലാകാം. ലൈക്ക് എക്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ വൈ ഇൻക്രീസ് ചെയ്യാം. എക്സ് അതിനെ നമ്മൾ പോസിറ്റീവ്ലി റിലേറ്റഡ് എന്ന് പറയും. എക്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ വൈ ഡിക്രീസ് ചെയ്യാം, അതിനെ നമ്മൾ നെഗറ്റീവ്ലി റിലേറ്റഡ് എന്ന് പറയും. എക്സും വൈയും കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കാം, അപ്പോഴും സ്റ്റിൽ ഇറ്റ് ഇസ് റിലേറ്റഡ്. പക്ഷെ ദർ ഇസ് നോ കോറിലേഷൻ ബിറ്റ്വീൻ ബോത്ത് ഓഫ് ദം. ഇപ്പോൾ ഈ സ്ട്രെയിറ്റ് ലൈൻസ് ഫോം ചെയ്യുന്ന അല്ലെങ്കിൽ സ്ട്രെയിറ്റ് പ്ലെയിൻസ് ഫോം ചെയ്യുന്ന സിനാരിയോസിലാണ് എക്സിനും വൈക്കും തമ്മിലൊരു ലീനിയർ റിലേഷൻഷിപ്പ് ഉണ്ടാകുന്ന കേസിലാണ് നമ്മൾ ലീനിയർ റിഗ്രഷൻസ് എന്ന് പറയുന്നത്. ഇനി യു ഹാവ് നോൺ ലീനിയർ റിഗ്രഷൻസ്, യു ഹാവ് മൾട്ടിപ്പിൾ റിഗ്രഷൻസ്. വാട്ട് ആർ മൾട്ടിപ്പിൾ റിഗ്രഷൻ? വൈ എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്. ഈ വൈയുടെ വാല്യൂ ബേസ് ചെയ്യുന്നത് ഒന്നിൽ കൂടുതൽ ഡിപെൻഡന്റ് വേരിയബിൾസ് ഉള്ള കേസിലാണ് നമ്മൾ മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ എന്ന് പറയുന്നത്. അതായത് വൈന്റെയും യു വിൽ ഹാവ് എ സെറ്റ് ഓഫ് എക്സ് വാല്യൂ വിച്ച് ഇസ് x1, x2, x3 എക്സെട്ര എക്സെട്ര. ഈ x1, x2, x3 എല്ലാം വൈയുമായിട്ട് ലീനിയർ റിലേഷൻഷിപ്പ് ഉണ്ടാവുള്ളൂ. പക്ഷെ വൈ എന്ന് പറയുന്ന ഡിപെൻഡന്റ് വേരിയബിൾ റിലേ ചെയ്യുന്നത് ഒന്നിൽ കൂടുതൽ എക്സ് വാല്യൂസിലാണ്. നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ റിയൽ ലൈഫിൽ ഞാനൊരു സിനാരിയോ പറയാം. നിങ്ങളിപ്പോ ഒരു ഹൗസ് വാങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ അത് ഹൗസ് ഇപ്പൊ ഓരോ ഹൗസ് കാണുമ്പോൾ അത് നിങ്ങൾക്ക് താല്പര്യപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് പല ഫീച്ചേഴ്സിന് അല്ലെങ്കിൽ പല സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ആൻഡ് ഈ ഓരോ ആട്രിബ്യൂട്ട്സും ഇൻഡിപെൻഡന്റ് ആണ്. പക്ഷെ ഈ എല്ലാ ഇൻഡിപെൻഡന്റ് ആട്രിബ്യൂട്ട്സിൽ നിന്നും ഡിപ്പെൻഡന്റ് ആയിട്ടാണ് നിങ്ങളുടെ വഴി കിടക്കുന്നത്. ഫോർ എക്സാമ്പിൾ കോസ്റ്റ്, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി, വാട്ടർ അവൈലബിലിറ്റി, വെദർ ഇറ്റ് ഇസ് നിയർ ടു സിറ്റി ഓർ നോട്ട്, അങ്ങനെ പല ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് ആ പ്ലോട്ട് നിങ്ങൾ എടുക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾ ഡിസൈഡ് ചെയ്യുന്നത്. ഈ എല്ലാ ഫീച്ചേഴ്സും ഇൻഡിപെൻഡന്റ് ആണ്. പക്ഷെ നിങ്ങളുടെ വാങ്ങണോ വേണ്ടയോ എന്നുള്ള വൈ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഈ എല്ലാ ഫീച്ചേഴ്സിലുമാണ്. ദാറ്റ് ഇസ് മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ. ലോജിസ്റ്റിക് റിഗ്രഷൻ എന്ന് പറയുന്നത് യുവർ എക്സ് ഇസ് ഇൻക്രീസിങ്, യുവർ വൈ ഇസ് അപ്ഡേറ്റിംഗ് ബേസ്ഡ് ഓൺ എ ലോജിസ്റ്റിക് വാല്യൂ ഓഫ്, അതായത് എക്സ് ഇ റേസ് ടു പവറിലാണ് വൈ
എക്സും ആയിട്ട് റിലേറ്റഡ് ആയിട്ട് കിടക്കുന്നത്. സോ ദാറ്റ് നിങ്ങൾക്ക് കിട്ടുന്ന പ്ലോട്ട് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കില്ല, മറിച്ച് ഇറ്റ് വുഡ് ബി ഓൾവേസ് എ കർവ്. സിഗ്മോയിഡ് ഫംഗ്ഷന്റെ കർവിന്റെ ഫോമിലാണ് നിങ്ങൾക്ക് ലോജിസ്റ്റിക് റിഗ്രഷന്റെ ഗ്രാഫ് കിടക്കുന്നത്. അപ്പൊ ടൈപ്സ് ഓഫ് ലീനിയർ റിഗ്രഷന്റെ ഇത് തിയറി പഠിക്കുക. ഇറ്റ്സ് ഗിവൺ ഡീറ്റെയിൽഡ് ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. അവിടെ നിന്ന് ന്യൂമറിക്കൽ ചോദിച്ചാലും ഇപ്പൊ ഒരു 3 മാർക്കിന് ന്യൂമറിക്കലോ അല്ലെങ്കിൽ 5 മാർക്കിന് ന്യൂമറിക്കലോ ഒക്കെ ചോദിക്കാം. അത് വളരെ എളുപ്പമാണ്. y is equal to mx plus c എന്ന് പറഞ്ഞ് നമ്മൾ ബേസിക് ലൈനിന്റെ ഇക്വേഷൻ പഠിച്ചിട്ടില്ലേ? അപ്പോൾ എക്സും വൈയും നിങ്ങൾക്ക് തരും. അതിൽ നിന്ന് നിങ്ങൾ എമ്മും സിയും നിങ്ങൾ കണ്ടുപിടിക്കണം. എമ്മും സിയും കണ്ടുപിടിക്കാനായിട്ട് യു ഹാവ് ആൻ ഇക്വേഷൻ. ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് യു ക്യാൻ ഗെറ്റ് ദ വാല്യൂ ഓഫ് എം. യൂസിങ് എം യു ക്യാൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് സി. എന്നിട്ട് നിങ്ങൾ ആ ഇക്വേഷൻ അതുപോലെ തന്നെ എഴുതി വെച്ചാൽ മതി. y is equal to m. നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്ത m ഇൻറ്റു എക്സ് പ്ലസ് സി എന്നുള്ള ഫോമിൽ നിങ്ങൾ എഴുതിയാൽ യുവർ ഇക്വേഷൻ ഓഫ് ദ ലൈൻ ഇസ് കംപ്ലീറ്റ്. ഈ ലൈനിന്റെ ഇക്വേഷൻ തന്നെയാണ് നിങ്ങളുടെ ലോജിസ്റ്റിക് സിമ്പിൾ ലീനിയർ റിഗ്രഷന്റെ ഇക്വേഷനും. ആ രീതിയിൽ വേണമെങ്കിൽ ഒരു 3 മാർക്കിനോ 5 മാർക്കിനോ ഒക്കെ നിങ്ങൾക്ക്, കാര്യം അവിടുത്തെ നിങ്ങളുടെ ടാസ്ക് എന്ന് പറയുന്നത് only to find this 2 വേരിയബിൾ വാല്യൂ, എമ്മിന്റെയും സിന്റെയും വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ ടാസ്ക്. വേണമെങ്കിൽ അങ്ങനെ ചെറിയൊരു ന്യൂമറിക്കൽ ചോദിക്കാവുന്നതാണ്, പക്ഷെ സാധാരണഗതിയിൽ അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. തിയറി ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് ടൈപ്സ് ഓഫ് ലീനിയർ റിഗ്രഷൻ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആണ് സാധാരണഗതിയിൽ റിഗ്രഷനിൽ നിന്ന് നമ്മളോട് ചോദിച്ചു കണ്ടിട്ടുള്ളത്. നെക്സ്റ്റ് വൺ ഇസ് SVM, സപ്പോർട്ട് വെക്ടർ മെഷീൻ. കാണാവോ സപ്പോർട്ട് വെക്ടർ മെഷീൻ? സപ്പോർട്ട് വെക്ടർ മെഷീൻ കാണാവോ? ഓക്കെ. സപ്പോർട്ട് വെക്ടർ മെഷീൻ ക്ലാസിഫയറിന്റെ തന്നെ വേറൊരു ടൈപ്പ് ആണ്. സപ്പോർട്ട് വെക്ടർ മെഷീൻ സാധാരണഗതിയിൽ വരുന്നത്, അല്ലെങ്കിൽ ഒരു മിനിറ്റ്, ലെറ്റ് മീ സീ. ഓക്കെ, സപ്പോർട്ട് വെക്ടർ മെഷീൻ സാധാരണഗതിയിൽ കോമൺലി യൂസ്ഡ് മെത്തേഡ് ആണ്. കാര്യം അത് വൈഡ് വെറൈറ്റി ഓഫ് ആപ്ലിക്കേഷൻസിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. നമ്മളിപ്പോൾ നേരത്തെ കുറെ മെത്തേഡുകൾ കണ്ടു, KNN കണ്ടു, നെയ്വൈസ് കണ്ടു. ഇതിനെല്ലാം അതിൻ്റെതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മൾ ലിമിറ്റേഷൻസിനെ പറ്റി ഡിസ്കസ് ചെയ്യാതെ പോയി. ഫോർ എക്സാമ്പിൾ, ലേസി ലേണർ അപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ പാരാമെട്രിക് ആയിട്ട് വർക്ക് ചെയ്യേണ്ട കേസിൽ മാത്രമാണ് നമ്മൾ KNN എംപ്ലോയ് ചെയ്യാറ്. ആൻഡ് നെയ്ബൈസ് എന്ന് പറഞ്ഞാൽ ബേസ് തിയറത്തിൽ നിന്ന് ഡെറൈവ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫീച്ചർ വാല്യൂസിനെ ന്യൂമറിക് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നെയ്ബൈസ് വർക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ ഇൻ ഷോർട്ട് നമ്മൾ പറഞ്ഞു വരുമ്പോൾ എല്ലാ ക്ലാസിഫയർ അൽഗോരിതത്തിനും ഓരോരോ ആപ്ലിക്കേഷൻ ഡൊമൈൻസ് ഉണ്ടാവും. ആ ഡൊമൈനിൽ മാത്രമാണ് സാധാരണഗതിയിൽ നമ്മൾ അവരെ പ്രിഫർ ചെയ്യാറ്. പക്ഷെ സപ്പോർട്ട് വെക്ടർ മെഷീൻസ് അങ്ങനെയല്ല. ലീനിയർ ടൈപ്പ് പ്രോബ്ലത്തിലും നോൺ ലീനിയർ ടൈപ്പ് പ്രോബ്ലത്തിലും ലീനിയർലി സെപ്പറബിൾ ഡേറ്റയിലും അങ്ങനെ ഒരു വാസ്റ്റ് വെറൈറ്റി ഓഫ് ആപ്ലിക്കേഷൻസിൽ നമുക്ക് SVM നമുക്ക് യൂസ് ചെയ്യാം. SVM വർക്ക് ചെയ്യുന്നതിന്റെ ബേസിക് സ്ട്രാറ്റജി എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഡേറ്റ സെറ്റിനെ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾ പ്ലോട്ട് ചെയ്യും. എന്നിട്ട് ഈ ഡേറ്റ സെറ്റിനെ ഒരു ഹൈപ്പർ പ്ലെയിൻ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് നോക്കും. അപ്പൊ നമ്മളുടെ മേജർ ടാസ്ക് എന്താന്ന് വെച്ചാൽ ഈ ഒരു ആപ്റ്റ് അല്ലെങ്കിൽ മോസ്റ്റ് ആപ്റ്റ് ആയിട്ടുള്ള ഹൈപ്പർ പ്ലെയിനിനെ ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ മേജർ ടാസ്ക് അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ടാസ്ക്. ചില കേസസിൽ നമുക്ക് പല ഹൈപ്പർ പ്ലെയിൻസ് വരയ്ക്കാം. അതിൽ ബെസ്റ്റ് ഹൈപ്പർ പ്ലെയിൻ എന്താണെന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യണം. ഈ ബെസ്റ്റ് ഹൈപ്പർ പ്ലെയിൻ ആയിരിക്കും നിങ്ങൾക്ക് ഒപ്റ്റിമൽ റിസൾട്ട് തരുന്നത്. അതായത് ഫ്യൂച്ചർ ഒരു വാല്യൂ വരുമ്പോഴും ആ ഫ്യൂച്ചർ വാല്യൂവിനെ ഈ പറയുന്ന ലൈനിന് പോസിബിൾ ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റണം. താഴത്തേക്ക് കൊടുത്തിരിക്കുന്നത് ഈ പറയുന്ന ഹൈപ്പർ പ്ലെയിനിന്റെ ഡയമെൻഷനെ പറ്റിയിട്ടുള്ള കാര്യമാണ്. അതായത് സപ്പോസ് ഇഫ് യുവർ ഫീച്ചർ ഇസ് n dimensional, then your support vector or your hyperplane would be n-1 dimension. ഇപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ആദ്യത്തെ കേസിൽ 1D നമ്പർ ഓഫ് ഫീച്ചേഴ്സ് ആണ്, 1 dimensional ഫീച്ചർ ആണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഹൈറ്റ് മാത്രമേ ഉള്ളൂ എങ്കിൽ അതിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒരു പോയിന്റ് മതി. ഇനി 2 dimensional ഡേറ്റ ഉള്ള കേസിൽ നിങ്ങൾ എന്താ ചെയ്യുന്നത്, 2 ഡയമെൻഷനെ നിങ്ങൾ XY 2 പ്ലോട്ടിൽ നിങ്ങൾ എഴുതും. ആൻഡ് ഈ XYനെ പ്ലോട്ട് ചെയ്തതിന് നിങ്ങൾക്ക് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒരു ലൈൻ മതി, വിച്ച് ഇസ് 1 dimensional. അപ്പൊ നിങ്ങളുടെ ഡേറ്റ n ആണെങ്കിൽ യുവർ ഹൈപ്പർ പ്ലെയിൻ വുഡ് ബി n-1 dimension. ഇനി താഴത്തേക്ക് കുറച്ച് നമ്മളിവിടെ എല്ലാം നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്
ഫീച്ചർ വാല്യൂ ഇൻ വെക്റ്റർ ഫോർമാറ്റിലാണ്. അതായത് ഒരു ഫീച്ചറിന്റെ മാഗ്നിറ്റ്യൂഡും നമ്മൾക്ക് ഇമ്പോർട്ടന്റ് ആണ്, അതുപോലെ തന്നെ ആ ഫീച്ചറിന്റെ ഡയമെൻഷനും നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് ആ ഫീച്ചറിനെ നമ്മൾ വെക്റ്റർ ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. വെൻ യു ഡിനോട്ട് ഇറ്റ് ആസ് എ വെക്റ്റർ, യു വിൽ ഹാവ് എ ന്യൂമറിക് വാല്യൂ ആസ് വെൽ ആസ് ഡയറക്ഷണൽ പ്രോപ്പർട്ടി അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്. അപ്പൊ വെക്റ്റർ എന്താണ്, വെക്റ്റർ സ്പേസ് എന്താണ്, നോം എന്താണ്, ഇതൊക്കെ ഉള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു വിടുക. നോം എന്ന് പറയുന്നത് ഇതിലേക്കുള്ള മിനിമം ഡിസ്റ്റൻസ്, രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ആ പോയിന്റുകൾ തമ്മിലുള്ള നോം കണ്ടുപിടിച്ചാൽ മതി. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഇവിടെ എക്സ് എന്ന് പറയുന്ന ഒരു പോയിന്റിന്റെ ഒറിജിനിൽ നിന്നുള്ള ഒരു ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഒറിജിൻ ആയതുകൊണ്ട് ഒറിജിന്റെ കോർഡിനേറ്റ് നമുക്കറിയാം, ഇറ്റ് 0,0. അപ്പൊ അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? ദാറ്റ് വാല്യൂ മാത്രമായിരിക്കും. അതായത് the equation would be x1 minus 0 the whole square plus x2 minus 0 the whole square. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? സ്ക്വയർ റൂട്ട് ഓഫ് x1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ കിട്ടും, which is also called as norm distance or inner product distance. ഇതൊക്കെ ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഹൈപ്പർ പ്ലെയിൻ പറയുന്നുണ്ട്. അപ്പൊ ഹൈപ്പർ പ്ലെയിന്റെ ഡെഫിനിഷനെ നമ്മൾ ഈ രീതിയിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ദാറ്റ് ഇസ് x0 പ്ലസ് x1 ആൽഫ നോട്ട് പ്ലസ് ആൽഫ ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു 0. ഇത് നമ്മളുടെ ലൈനിന്റെ ബേസിക് ഇക്വേഷൻ ഇതിൽ നിന്ന് തന്നെയാണ് വരുന്നത്. y ഇസ് ഈക്വൽ ടു mx പ്ലസ് c. അതിൽ c ആണ് നിങ്ങളുടെ ആൽഫ നോട്ട് ആൻഡ് m ആണ് നിങ്ങളുടെ ആൽഫ, വെക്റ്റർ ആൽഫ. ലൈനും ഇതിൽ നിന്ന് തന്നെയാണ് ബേസിക് ആയിട്ട് വരുന്നത്. ലീനിയർലി സെപ്പറബിൾ ഡേറ്റ എന്താന്ന് വെച്ചാല്, ഇപ്പൊ നിങ്ങൾക്ക് രണ്ട് ഡേറ്റ പോയിന്റുകളെ ഒരു ലൈൻ യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഒരു പ്ലെയിൻ യൂസ് ചെയ്ത് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റുന്നു എന്നുണ്ടെങ്കിൽ ആ ഡേറ്റയെ നമ്മൾ ലീനിയർലി സെപ്പറബിൾ ഡേറ്റ എന്നാണ് പറയുന്നത്. SVMന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, SVM ലീനിയർ ഡേറ്റേനെയും നോൺ ലീനിയർ അല്ലെങ്കിൽ നോൺ ലീനിയർലി സെപ്പറബിൾ ഡേറ്റേനെയും ഡിവൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്യാനായിട്ട് SVMത്തിന് പറ്റും. ഇപ്പൊ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന ഡേറ്റ, ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ ലീനിയർലി സെപ്പറബിൾ ഡേറ്റ. റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന ഡേറ്റ, ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ നോൺ ലീനിയർലി സെപ്പറബിൾ ഡേറ്റ. അപ്പൊ അതുപോലത്തെ ഉള്ള ഡേറ്റയിലും SVM ആക്ച്വലി വർക്ക് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ ഒരു കേസ് പറഞ്ഞു, രണ്ട് ഡേറ്റ പോയിന്റുകൾ തരുമ്പോൾ അതിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് യു ഹാവ് മോർ ദാൻ വൺ പ്ലെയിൻ വിച്ച് ക്യാൻ ബി അവൈലബിൾ. അപ്പൊ അതിൽ നമ്മളുടെ ടാസ്ക് എന്താന്ന് വെച്ചാൽ ഒപ്റ്റിമൽ ഹൈപ്പർ പ്ലെയിൻ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ഒപ്റ്റിമൽ ഡിസ്റ്റൻസിലുള്ള പ്ലെയിൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മളുടെ കൺസേൺ എന്ന് പറഞ്ഞു. ഈ ഒരു ഡയഗ്രാം അതിനുള്ള ഒരു എക്സാമ്പിൾ ആണ്. ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് കുറച്ച് പോയിന്റ്സ് കാണാം, വിച്ച് ഇസ് മൈനസ് മൈനസ്, ഓൾ ആർ മൈനസ് പോയിന്റ്സ്. ഇനി ഈ ലൈൻസിന്റെ തൊട്ട് മുകളിൽ കിടക്കുന്ന പോയിന്റ്സ് പ്ലസ് പോയിന്റ്സ് ആണ്, അതായത് അടുത്ത ക്ലാസ്സിലെ പോയിന്റ്സ്. അപ്പൊ ഇത് തമ്മിൽ നമ്മൾക്ക് സെപ്പറേറ്റ് ചെയ്യണം. സെപ്പറേറ്റ് ചെയ്യുമ്പോൾ SVM എന്ത് ചെയ്യും? ഇത് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന, ഇതിപ്പോ ഒരു 2 ഡയമെൻഷണൽ പോയിന്റ്സ് ആയതുകൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യുന്ന ഒരു ലൈൻ നമ്മൾക്ക് കൺസിഡർ ചെയ്യണം. അപ്പൊ ലൈൻ കൺസിഡർ ചെയ്യുമ്പോൾ യു ക്യാൻ ഡ്രോ ദിസ് ലൈൻ ഓർ യു ക്യാൻ ഡ്രോ ദിസ് ലൈൻ ഓർ യു ക്യാൻ ഡ്രോ ദിസ് ലൈൻ. ഏത് ലൈൻ വേണമെങ്കിലും നമുക്ക് എടുക്കാം. അപ്പൊ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും ഇത് ഒപ്റ്റിമൽ ലൈൻ ആണ് അല്ലെങ്കിൽ ഇതാണ് ബെസ്റ്റ് ലൈൻ എന്ന് ഈ അവൈലബിൾ ലൈൻസിൽ നിന്ന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും? അതിന് SVM എടുക്കുന്ന ഫംഗ്ഷൻ ആണ് അല്ലെങ്കിൽ SVM എടുക്കുന്ന ക്രൈറ്റീരിയ ആണ് മാക്സിമൽ മാർജിൻ ഹൈപ്പർ പ്ലെയിൻ. മാക്സിമൽ മാർജിൻ ഹൈപ്പർ പ്ലെയിൻ, അതായത് ഈ നിങ്ങൾ കൺസിഡർ ചെയ്യുന്ന ഒപ്റ്റിമൽ ഹൈപ്പർ പ്ലെയിനിന് ലെഫ്റ്റ് എൻഡിലും റൈറ്റ് എൻഡിലും നിങ്ങൾ രണ്ട് മാർജിൻസ് കൺസ്ട്രക്ട് ചെയ്യണം. ആൻഡ് ഈ മാർജിൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കണം. അപ്പോൾ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, നിങ്ങളുടെ ഈ മാക്സിമൽ ലൈൻ അല്ലെങ്കിൽ ഈ മാർജിനൽ ലൈൻ പ്ലസ് അതിന്റെ ഇടയിൽ കൂടെ പോകുന്ന നിങ്ങളുടെ വെക്റ്റർ ലൈൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഹൈപ്പർ പ്ലെയിൻ ലൈൻ, 3 ലൈൻസും പാരലൽ ആയിരിക്കും. ആൻഡ് ഈ 3 ലൈൻസിന്റെ ഇടയ്ക്ക് മാക്സിമൽ മാർജിനും കിട്ടണം. ഇത്തരത്തിലുള്ള ഒരു ഹൈപ്പർ പ്ലെയിനെ നിങ്ങൾക്ക് ഒപ്റ്റിമൽ ഹൈപ്പർ പ്ലെയിൻ ആയിട്ട് പറയാം. അല്ലാതെ നിങ്ങൾ വരയ്ക്കുന്ന എല്ലാ ഹൈപ്പർ പ്ലെയിൻസും അല്ലെങ്കിൽ എല്ലാ ലൈൻസും ഒപ്റ്റിമൽ ഹൈപ്പർ പ്ലെയിൻസ് ആയിരിക്കണം എന്നില്ല. ഇപ്പൊ തന്നിരിക്കുന്ന ഡേറ്റേനെ ചിലപ്പോൾ അവർക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റുമായിരിക്കാം. പക്ഷെ ഒരു ഫ്യൂച്ചർ ഡേറ്റ വരുമ്പോൾ അത് അവരെ ഡിവൈഡ് ചെയ്യാൻ പോസിബിൾ ആയിരിക്കണം എന്ന് നിർബന്ധമില്ല. ഇതിനെയാണ് നമ്മൾ മാർജിൻ, ഒപ്റ്റിമൽ ഹൈപ്പർ പ്ലെയിൻ, എല്ലാത്തിന്റെയും കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി, തിയറി വായിച്ചു നോക്കിയാൽ മതി. ഇതിൽ തന്നെ നമ്മൾ പറഞ്ഞല്ലോ മാക്സിമൽ ആയിട്ടുള്ള ഡിസ്റ്റൻസ് ഒബ്റ്റെയിൻ ചെയ്യണം. അപ്പൊ എന്താണ് ഈ മാക്സിമൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ എത്രയാണ് ഈ മാക്സിമൽ ഡിസ്റ്റൻസ് എന്നുള്ളത് ആക്ച്വലി സ്പീക്കിംഗ് നിങ്ങൾക്ക് മാത്തമാറ്റിക്കലി ഡിറൈവ് ചെയ്യാനായിട്ട് പറ്റും.
കണ്ടുപിടിക്കാനായിട്ട് പറ്റും ആ മാക്സിമൽ മാർജിൻ എത്രയാന്നുള്ളത്. അത് നമുക്ക് അതിന്റെ ഇക്വേഷൻ എന്താണെന്നുള്ളത് നമ്മൾ ഡിറൈവ് ചെയ്ത് നമ്മൾ വരുന്നുണ്ട്. ഇതാണ് നമ്മളുടെ ആ ഒരു പ്രോബ്ലം. യു ഹാവ് 2 sets ഓഫ് ഡേറ്റ പോയിന്റ്സ് ഹിയർ. ആ ഡേറ്റ പോയിന്റിന് ഒപ്റ്റിമൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന ഒരു പ്ലെയിൻ നിങ്ങൾക്ക് വേണം. അപ്പൊ പ്ലെയിൻ അല്ലെങ്കിൽ ആ ഒരു ലൈൻ ഹൈപ്പർ പ്ലെയിൻ ആണെന്ന് പറയാനായിട്ട് നിങ്ങൾക്ക് എന്ത് വേണം? അതിനെ സപ്പോർട്ട് ചെയ്യുന്ന 2 സപ്പോർട്ട് വെക്ടേഴ്സ് വേണം. അപ്പൊ നിങ്ങൾ മാക്സിമൽ മാർജിൻ വരുന്ന 2 സപ്പോർട്ട് വെക്ടേഴ്സ് നിങ്ങൾ വരയ്ക്കുകയാണ്. എങ്ങനെയാണ് മാക്സിമൽ മാർജിൻ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത്? ഇപ്പൊ ഇതൊരു മാക്സിമൽ മാർജിൻ കണ്ടെയ്ൻ ചെയ്യുന്ന ആദ്യത്തെ സപ്പോർട്ട് വെക്ടർ ആണ്. ഹൗ ക്യാൻ ഐ ക്ലെയിം ദാറ്റ്? യു ക്യാൻ സീ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഡേറ്റ പോയിന്റ് ഉണ്ട്. യു ക്യാൻ സീ എ ഡോട്ട് ഹിയർ. ഇവിടെ ഒരു ഡേറ്റ പോയിന്റ് ഉണ്ട്. ആ ഡേറ്റ പോയിന്റിലൂടെയാണ് ആ ലൈൻ പോയിരിക്കുന്നത്. അതിന്റെ അർത്ഥം അതിന്റെ ഇപ്പുറത്തേക്ക്, അതായത് അതിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ഏതൊരു മാർജിൻ നിങ്ങൾ വരച്ചാലും ഒരു പോയിന്റ് ഇവിടെ പോവും, അതിന്റെ ഉള്ളിൽ പോവും. അപ്പൊ അതുകൊണ്ട് തന്നെ മാക്സിമൽ വിഡ്ത്തിൽ നിങ്ങൾക്ക് ഈ പറയുന്ന വര മാത്രമേ വരയ്ക്കാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ യു ക്യാൻ സീ എ ഡേറ്റ പോയിന്റ് ഇസ് റിസൈഡിങ് ഓവർ ഹിയർ. അതിന്റെ മേളിലൂടെയാണ് ആ സപ്പോർട്ട് വെക്ടറിന് നമ്മൾ വരച്ചിരിക്കുന്നത്. വിച്ച് മീൻസ് ഈ 2 ലൈൻസും ആണ് ഈ പറയുന്ന ഹൈപ്പർ പ്ലെയിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഏറ്റവും മാക്സിമൽ ഹൈപ്പർ പ്ലെയിൻസ്. ഇനിയിപ്പോ നമ്മളുടെ ടാസ്ക് എന്താന്ന് വെച്ചാൽ ഇതിന്റെ ഇടയിലുള്ള വിഡ്ത്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ വിഡ്ത്ത് കണ്ടുപിടിക്കാനായിട്ട് യു ക്യാൻ ടേക്ക് എ ഡിസ്റ്റൻസ് ലൈക്ക് ദിസ് ഫ്രം ഒറിജിൻ. ഈ ഡയഗ്രാം വരച്ചിരിക്കുന്നത് തെറ്റാണ്. ഓൾ ദ ഡിസ്റ്റൻസസ് ആർ ടേക്കൺ ഫ്രം ദ ഒറിജിൻ, നോട്ട് ഫ്രം ദ ആക്സിസ്. ഇതിവിടെ ആക്സിസിൽ നിന്ന് വരച്ചതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ആക്ച്വലി യു മസ്റ്റ് ടേക്ക് ഇറ്റ് ഫ്രം ദ ഒറിജിൻ. സോ ഫ്രം ദ ഒറിജിൻ ടിൽ ദ ഫസ്റ്റ് ലൈൻ, let this be your first line, let this be your second line, and let this be your third line. അപ്പൊ മാർജിനൽ ലൈൻസ് എന്ന് പറയുന്നത് 1 and 3 ആണ്. നിങ്ങളുടെ ഹൈപ്പർ പ്ലെയിൻ ലൈൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ സെക്കൻഡ് ലൈൻ. നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത് ബിറ്റ്വീൻ 1 and 3 വാട്ട് ഈസ് എ മാക്സിമൽ ഡിസ്റ്റൻസ് അത് കണ്ടുപിടിക്കുക. അതിനൊരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യുക എന്നുള്ളതാണ് SVM യൂസ് ചെയ്ത് നിങ്ങളുടെ ഉള്ള ടാസ്ക്. ഇത് മാത്തമാറ്റിക്കലി പ്രൂവൺ ആണ്. ആ പ്രൂവ്ഡ് റിസൾട്ടിലേക്ക് നിങ്ങൾ ഡിറൈവ് ചെയ്ത് വരുന്നതാണ്. ഈ ഡെറിവേഷൻ ആണ് നിങ്ങളോട് ചോദിക്കുന്നത്, അല്ലാതെ SVM നിന്ന് നിങ്ങൾക്ക് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് സാധാരണഗതിയിൽ ചോദിക്കാറില്ല. പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് SVM വരാറില്ല. ഈ ഡെറിവേഷൻ എലാബറേറ്റ് ചെയ്യാനാണ് ചോദിക്കാറ്. അപ്പോൾ നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് ഇതിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. Let the distance from origin to the last line, that is third line, be Q. ഈ ലെങ്ത് എന്ന് പറയുന്നത് Q ആണ്. And from the origin till the first line, till the first support vector, be P. അപ്പൊ നമ്മൾക്ക് ഈ മാർജിനൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ മാർജിൻ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് Q minus P ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാവുന്ന വാല്യൂ ഉള്ളൂ. സോ വാട്ട് ഇസ് Q minus P? നമുക്ക് ആദ്യത്തെ വെക്ടറിന് അവർ കൊടുത്തിരിക്കുന്ന ഇക്വേഷൻ WXY is equal to MX plus C എന്ന് പറയുന്ന ഇക്വേഷനിൽ നിന്ന് അവർ ആദ്യത്തെ ലൈനിൽ കൊടുത്തിരിക്കുന്ന ഇക്വേഷൻ ആണ് W dot X plus B is equal to -1. Why it is taken as -1? ഇത് നിങ്ങളുടെ ഹൈപ്പർ പ്ലെയിനിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള ലൈൻ ആയതുകൊണ്ടാണ് ഇറ്റ് ഇസ് ടേക്കൺ as -1, വിച്ച് ഇസ് അതിനെ അവര് നെഗറ്റീവ് ലൈൻ ആയിട്ട് അവർ കൺസിഡർ ചെയ്തു. അപ്പോ നിങ്ങളുടെ ഹൈപ്പർ പ്ലെയിനിന്റെ ഇക്വേഷൻ അവർ എന്തായിട്ട് എടുത്തു? WX plus B is equal to +1. WX plus B is equal to +1. And WX plus B is equal to +1 is your positive line. And what is your hyperplane line? WX plus B equal to 0. അപ്പൊ WX plus B is equal to 0 ആണ് നിങ്ങളുടെ ഒറിജിനൽ ഹൈപ്പർപ്ലെയിന്റെ ലൈൻ എങ്കിൽ അതിന്റെ സപ്പോർട്ട് വെക്ടർ ലൈൻസിന് നിങ്ങൾക്ക് ഒന്ന് പോസിറ്റീവ് ലൈൻ എന്നും ഒന്ന് നെഗറ്റീവ് ലൈൻ എന്നും എടുക്കാം. താഴത്തേക്കുള്ള ലൈനിനെ നമ്മൾ നെഗറ്റീവ് ലൈൻ ആയിട്ട് എടുത്തു, മുകളിലേക്കുള്ള ലൈനിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ലൈൻ ആയിട്ട് എടുക്കാം. അപ്പൊ അതിനെ നമ്മൾക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ വാട്ട് ഹാപ്പൻസ്? യു ക്യാൻ സീ ഇൻ ദ ഡൗൺ. നെഗറ്റീവ് സാമ്പിൾസിന് ഇറ്റ് ഈസ് ആക്ച്വലി ലെസ് ദാൻ 0. സോ yi becomes -1. അതുകൊണ്ടാണ് WX plus B equal to -1 ആയിട്ട് നിങ്ങൾക്ക് കിട്ടിയത്. അതുപോലെ തന്നെ പോസിറ്റീവ് സാമ്പിൾസിന് നിങ്ങൾക്ക് എന്ത് എടുക്കാം? WX plus B is equal to +1 ആയിട്ട് എടുക്കാം. നമ്മുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് Q minus P ആണ്. അപ്പൊ Q minus P നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? WX plus B equal to +1 minus WX plus V is equal to -1. അതായത് Q minus P, ഡിസ്റ്റൻസ് ഓഫ് Q minus P. അപ്പൊ ആദ്യത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇക്വേഷൻ 1 ആയിട്ടും സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഇക്വേഷൻ 2 ആയിട്ടും എടുത്തു കഴിഞ്ഞാൽ
നിങ്ങളുടെ 2 മൈനസ് 1 വുഡ് ഗീവ് യു യുവർ റിസൾട്ട്. അപ്പൊ ക്യൂ ഇസ് ഈക്വൽ ടു wx പ്ലസ് ബി മൈനസ് 1 ഡിവൈഡഡ് ബൈ നോം ഡബ്ല്യു പ്ലസ് wx പ്ലസ് ബി പ്ലസ് 1 പ്ലസ് നോം ഡബ്ല്യു വരും. എവിടെ നിന്നാണ് ഈ നോം ഡബ്ല്യു വന്നതെന്ന് മനസ്സിലായോ? ഇറ്റ് ഇസ് യുവർ നോം വാല്യൂ. നമ്മൾ ഇവിടെ മേളിൽ നമ്മൾ നോം എന്ന് പറഞ്ഞത് ഇത് ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസിന് നമ്മൾ നോം ഡിസ്റ്റൻസ് ആയിട്ട് കൺസിഡർ ചെയ്യും. നോമിന്റെ ഇക്വേഷൻ നമ്മൾ മേളിൽ പറഞ്ഞായിരുന്നു. അതനുസരിച്ചാണ് താഴെ ഇവിടെ നമുക്ക് നോം ഡബ്ല്യു എന്ന് പറയുന്ന വാല്യൂ നമുക്ക് കിട്ടിയത്. മേളില് നിങ്ങൾ സിംപ്ലിഫിക്കേഷൻസ് ചെയ്ത് കഴിയുമ്പോൾ ഇറ്റ് ബിക്കംസ്, അതായത് ക്യൂ മൈനസ് പിയില് ഡബ്ല്യു മൈനസ് വെക്ടർ ഡബ്ല്യു മൈനസ് വെക്ടർ എക്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ക്യാൻസൽ ആയി പോകും. ന്യൂമറേറ്റർ പാർട്ടിൽ ബാലൻസ് വരുന്നത് മോഡുലസ് ഓഫ് ബി മൈനസ് 1 മൈനസ് മോഡുലസ് ഓഫ് ബി പ്ലസ് 1 ആ വരുന്നത്. ദാറ്റ് ഇസ് 2 മൈനസ് 1 മൈനസ് മൈനസ് 1 വിച്ച് ബിക്കംസ് ഈക്വൽ ടു 2. 2 ഡിവൈഡഡ് ബൈ നോം ഡബ്ല്യു ആണ് നിങ്ങളുടെ ഈ ക്യൂ മൈനസ് പിയുടെ വാല്യൂ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത്. വാട്ട് ഇസ് ഡബ്ല്യു? ഇറ്റ് ഇസ് യുവർ വെയിറ്റ് വാല്യൂ. അപ്പൊ നിങ്ങൾ അസൈൻ ചെയ്ത് കൊടുക്കുന്ന ഫീച്ചേഴ്സിന്റെ വെയിറ്റ് എത്രയാണോ ആ വെയിറ്റ് 2 ഡിവൈഡഡ് ബൈ നോം ഓഫ് ദ വെയിറ്റ്, അത് എത്രത്തോളം നിങ്ങൾക്ക് മാക്സിമൈസ് ചെയ്യാവോ അതിനനുസരിച്ചാണ് നിങ്ങളുടെ സപ്പോർട്ട് വെക്ടേഴ്സിന്റെ മാർജിൻ നിങ്ങൾക്ക് മാക്സിമൈസ് ചെയ്ത് കിട്ടുന്നത്. സോ യുവർ ഫൈനൽ ഇക്വേഷൻ ഇസ് 2 ഡിവൈഡഡ് ബൈ നോം ഡബ്ല്യു. ഇതിൽ നിന്ന് നിങ്ങൾക്ക് 2 റിസൾട്ട്സ് നിങ്ങൾക്ക് കൊണ്ടുവരാം. അതായത് സപ്പോർട്ട് വെക്ടർ മെഷീൻസിൽ ഹൈപ്പർ പ്ലെയിനിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് മാക്സിമം മാർജിനൽ ലെങ്ത് എഫിഷ്യൻസി ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ മാക്സിമം മാർജിൻ ലെങ്ത് നിങ്ങൾക്ക് കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? യു ഹാവ് എ ഫിഗർ വിച്ച് ഇസ് ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ. അതിൽ ന്യൂമറേറ്റർ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്, 2 വാല്യൂ ആണ്. ഡിനോമിനേറ്റർ പക്ഷെ വേരിയബിൾ ആണ്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ സം വാല്യൂ ക്വാണ്ടിറ്റി വിച്ച് ഇസ് ഡബ്ല്യു. അപ്പൊ ഡബ്ല്യുവിനെ മിനിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടോട്ടൽ വാല്യൂവിനെ നിങ്ങൾക്ക് മാക്സിമൈസ് ചെയ്യാം. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? സപ്പോർട്ട് വെക്ടർ മെഷീനിൽ എക്സിന്, അതായത് ഫീച്ചേഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് വെയിറ്റ്സ് അസൈൻ ചെയ്യുമ്പോൾ ആ വെയിറ്റ്സിന് നിങ്ങൾക്ക് മിനിമൽ വെയിറ്റ്സ് നിങ്ങൾ കൊണ്ടുവരണം. മിനിമൽ വെയിറ്റ്സ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മാർജിനൽ ലെങ്ത് മാക്സിമം ആക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഒപ്റ്റിമൽ ഹൈപ്പർ പ്ലെയിൻ നിങ്ങൾക്ക് എത്തിക്കാം. അതാണ് അവർ പറയുന്നത്. ടു മാക്സിമൈസ് ദിസ് വാല്യൂ, ദാറ്റ് ഇസ് 2 ഡിവൈഡഡ് ബൈ നോം ഡബ്ല്യു, വാട്ട് യു ഹാവ് ടു ഡു? യു ഹാവ് ടു മിനിമൈസ് ദ ഡിനോമിനേറ്റർ വിച്ച് ഇസ് നോം ഡബ്ല്യു. അപ്പൊ മാക്സിമൈസ് 2 ഡിവൈഡഡ് ബൈ നോം ഡബ്ല്യുവിന് നിങ്ങൾ എന്ത് ചെയ്യണം? യു ഹാവ് ടു മിനിമൈസ് ദി നോം ഡബ്ല്യു വാല്യൂ. ദാറ്റ് ഇസ് മിനിമൈസ് ഓഫ് നോം ഡബ്ല്യു ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. അപ്പൊ ഇതാണ് 2 ഡിവൈഡഡ് ബൈ നോം ഡബ്ല്യു ആണ് നിങ്ങളുടെ മാർജിനൽ ഹൈപ്പർ പ്ലെയിനിന്റെ വിഡ്ത്ത്. ഇത് ഒപ്റ്റിമൈസ് ചെയ്യാന്നുള്ളതാണ് SVM എന്ന് പറയുന്ന ക്ലാസിഫയർ ചെയ്യുന്ന പ്രോബ്ലം. ഇത് ലീനിയർ പ്രോബ്ലം ആയിക്കോട്ടെ നോൺ ലീനിയർ പ്രോബ്ലം ആയിക്കോട്ടെ, ഈ മാർജിൻ സ്പേസ് വെച്ചിട്ട് നിങ്ങൾക്ക് സെപ്പറേഷൻ ചെയ്യാം. അങ്ങനെ SVM ഒരു ലാർജ് വെറൈറ്റി ഓഫ് ആപ്ലിക്കേഷൻസിൽ അല്ലെങ്കിൽ ലാർജ് വെറൈറ്റി ഓഫ് പ്രോബ്ലം ഡൊമൈനിൽ നിങ്ങൾക്ക് ഇതിനെ എംപ്ലോയ് ചെയ്യാം. അപ്പൊ നമ്മൾ ഒത്തിരി നിങ്ങൾ പല കാറ്റഗറി നിങ്ങൾ കണ്ടു. ബ്ലോക്ക് 3 KNN, നെയ്വ് ബയസ്, റിഗ്രഷൻ മോഡൽസ് അല്ലെങ്കിൽ റിഗ്രഷൻ ടൈപ്സ്, SVM ടൈപ്സ് നിങ്ങൾ കണ്ടു. ഇത്രയൊക്കെയാണ് നിങ്ങൾക്ക് യൂണിറ്റ് 10 ദാറ്റ് ഇസ് സെക്കൻഡ് യൂണിറ്റ് ഫ്രം ദി തേർഡ് ബ്ലോക്കിൽ നിങ്ങൾ പഠിക്കുന്ന ക്ലാസിഫയർ ടൈപ്സ്. ഇത്രയും ക്ലാസിഫയർ ടൈപ്സ് പഠിക്കുക. ഇനി ബ്ലോക്ക് 11 അതായത് യൂണിറ്റ് 11 നിങ്ങൾ ക്ലസ്റ്ററിങ് അൽഗോരിതംസ് കാണും. ഡിഫറെന്റ് കാറ്റഗറീസ് ഓഫ് ക്ലസ്റ്ററിങ്. അതിൽ എല്ലാ ക്ലസ്റ്ററിങ് ടെക്നിക്സിലും നിങ്ങൾക്ക് തിയറി ആണുള്ളത്. ഇതിൽ മാത്രം, അതായത് കെ മീൻസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ മാത്രം ന്യൂമറിക്കൽ ഉണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. Is this fine? ഓക്കെ. അപ്പൊ ഞാൻ ഇന്ന് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള നോട്ട്സ് ഞാൻ ഷെയർ ചെയ്തേക്കാം, ക്ലാസ് ലീഡറിന് ഷെയർ ചെയ്തേക്കാം. അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ 11ഉം 12ഉം യൂണിറ്റ്, പിന്നെ പറ്റുമെങ്കിൽ 4th ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്യാം, ശ്രമിക്കാം. ഏറ്റവും വലിയ ബ്ലോക്കാണ്, അതുകൊണ്ട് തന്നെ ഒരു ദിവസം കൊണ്ട് ഒരു ബ്ലോക്ക് ഒന്നും തീരില്ല. പറയുന്ന നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ടോപ്പിക്സിന്റെ കറസ്പോണ്ടിങ് ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് വരിക. അത് അത്യാവശ്യം എലാബറേറ്റ് ആയിട്ട് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഡൗട്ട്സ് ഉള്ളത് ചോദിക്കുക. ഓക്കെ.
Okay, so you can leave the class. Yeah. Thank you, ma'am. Thank you, ma'am.